Flowers presents A.R. Rahman Show at Cochin, 12th Saturday of this month from 6:30 p.m. For tickets, visit www.flowerstv.in, bookmyshow.com, insider.in, Paytm, and all major post offices. അതെ, നമുക്ക് ഇവിടെ ഇരിക്കുന്ന പിള്ളേരോട് ചോദിച്ചാലോ? അതൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് അറിയാവോ എവിടെ കിടക്കുന്നതെന്ന്? നമുക്ക് വിഷ്ണുവിനെ വിളിക്കാൻ നോക്കാം. അപ്പൂപ്പ മോളോട്ടോ അവൻ അവിടെ ഉണ്ട്, അങ്ങോട്ട് പോകാം. അമ്മേനെ ഡോക്ടർ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ബാലനോ? അച്ഛൻ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യാ. ഇവിടെ അവിടെ ഉണ്ട്. എന്തായി? ഡോക്ടർ പരിശോധിച്ചിരിക്കാ. ചേട്ടൻ അവിടെ പോയിരുന്നോ? അച്ഛ അവിടെ ഇരിക്കാച്ചാ, അവിടെ ഇരിക്കാന്ന്. ചേട്ടാ കൈന്നൂരേട്ടാ, ഞാൻ ഡോക്ടറെ കണ്ടിപ്പോ. ഡോക്ടർ ഒരു പേഷ്യന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് പോവാം. ചേട്ടാ, നമ്മുടെ കമ്പനിയുടെ ഒരു പുതിയ മരുന്നുണ്ട്. ഡോക്ടർ ഒന്ന് കാണിച്ചിട്ട് ഇപ്പൊ ഇറങ്ങാൻ ഒരു 5 മിനിറ്റ്. ഡോക്ടർ പേഷ്യന്റ് നോക്കിക്കൊണ്ടിരിക്കല്ലേ? ആ പേഷ്യന്റ് ഇറങ്ങിയ ശേഷം ഇയാൾക്ക് മരുന്ന് കൊണ്ട് വിൽക്കുക അവിടെ. ചേട്ടാ, അതെ എനിക്കിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഒരു 3 ഹോസ്പിറ്റലിൽ കൂടെ പോകണ്ട. ഞാൻ ഇപ്പൊ ഇറങ്ങാം, പെട്ടെന്ന് ഇറങ്ങാം. അപ്പൊ ഇയാളൊരു കാര്യം ചെയ്യും, ആ 3 ഹോസ്പിറ്റലിൽ പോയ 3 ഡോക്ടറെ കണ്ടിട്ട് വാ. അപ്പൊ ഈ ഡോക്ടർ ഫ്രീ ആവും. ഇതൊക്കെ തീരുമാനിക്കാൻ ചേട്ടനാരാണ്? ഇവിടെ പറയും. മാമ, യൗമാർ സ്ഥിരം പതിവാണ്. ഒരു പെട്ടി നിൽക്കൊണ്ട് കയറി വരും, ഇടിച്ചകത്ത് കയറും. അകത്ത് സ്ത്രീയാണെന്ന് ഗർഭിണിയാണെന്ന് യൗമാർ യാതൊരു വിചാരമില്ല. ഗർഭിണിയായിരുന്നു ചേട്ടാ. പിന്നെ അല്ലാതെ ചേട്ടനൊന്നും നേരത്തെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ മാറി തന്നെ. അത് പറയാൻ സമ്മതിക്കണ്ടേ? ഇയാൾ പെട്ടി നോക്കി സ്വന്തം തറവാട് പോലെ കയറി അങ്ങ് പോവല്ലേ? സോറി ചേട്ടാ. സോറി. ഇയാള് ഡോക്ടറെ കാണാൻ വേണ്ടി വെള്ളം വെക്കണം. തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഡോക്ടറിന് കൂടുതൽ പേഷ്യന്റ് ഉണ്ടാവും, വരാൻ പാടില്ലാതെ. സിസ്റ്ററെ, അന്ന് സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഡോക്ടറോട് പറഞ്ഞു ഞാൻ വന്നിരുന്നത്. ഞാൻ പോയിട്ട് ഹലോ ഹലോ, ഞങ്ങൾക്കൊന്നും ഗിഫ്റ്റ് ഇല്ലേ? ഡോക്ടർമാർക്ക് എത്ര ഗിഫ്റ്റ് ഉള്ളോ? കമ്പനി ഇപ്പൊ ചെറിയ നഷ്ടത്തിലാ. നമുക്ക് അടുത്ത പ്രാവശ്യം പരിഗണിക്കാം. ശരി ശരി ചെല്ലി. അതെ, ഗർഭിണിയായോണ്ടാണ്. അല്ല, എന്റെ ഭാര്യ ഗർഭിണിയായോണ്ട് എനിക്ക് ദേഷ്യം വന്നത്. വേറെ വിചാരിക്കരുത്. ശരി. അതെ, യൗമാരെ കൊണ്ട് നല്ല ആദായമാണല്ലേ? ഞങ്ങൾക്ക് എന്താ ആദായം ചേട്ടാ? അതൊക്കെ ഡോക്ടർമാർക്കേ ഉള്ളൂ. താങ്കൾ ഇറങ്ങി നടക്കാൻ അവിടെ എങ്ങനെ പോയി ഇരിക്കേ. ഞാൻ അവിടെ തന്നെ കാണും. ഇത് നീലിമയുടെ 4ാമത്തെ പ്രസവല്ലേ? 5ാമത്തെ. ഓക്കെ. അല്ല, ഡോക്ടർ പറഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറി കാണുന്നു. അത് കാര്യമാക്കണ്ട. കാര്യമാണോ ഡോക്ടറെ? നമുക്ക് 10 മാസം തികഞ്ഞ് പ്രസവിക്കണം, എന്നാലേ അല്ലേ? എന്തായാലും നമുക്ക് സ്കാനിങ് റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. മാമ ഒന്ന് പുറത്തോട്ട് നിൽക്കണം. നീയും കൂടെ വാടാ. അല്ല, ഞാൻ വരാം. മാമ ഒന്ന് പുറത്ത് പോകണം. നീ എന്തിനാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഗൈനക്കോളജിന്റെ അടുത്താണോ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത്? അല്ല, ഈ ഡോക്ടറുടെ അടുത്ത് പറയുമ്പോൾ ചെക്ക് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു തരും. അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ വരാം. മാമ പെട്ടെന്ന് പോകാം. ഓ ശരി, ഞാൻ വരാം. ഇപ്പോൾ തന്നെ വരാം. മാമ അവിടെ ഇരുന്ന ഡോക്ടറെ, ഞാൻ മാമനെ മനഃപൂർവ്വം പറഞ്ഞു വെച്ചാണ്. എന്തിന്? അല്ല, നീലുവിനെ ചെക്ക് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? സ്കാനിങ് റിപ്പോർട്ട് വന്നാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. പിന്നെ ഈ പ്രായത്തിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ? ആര് കേൾക്കാൻ? അല്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല നീലുവിനെ. ഞാൻ അവളെ പൊന്നുപോലെയാണ് നോക്കണം. അപ്പം ഇനി അങ്ങോട്ട് അതുപോലെ ആയിരിക്കില്ലേ? നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വെയിറ്റ് ചെയ്യും. നമുക്ക് നല്ലതിന് വേണ്ടി പ്രതീക്ഷിക്കാം. അല്ല, ടെൻഷനില്ല. ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതേ ഡോക്ടർ 4 പ്രസവം സുഖപ്രസവമായിരുന്നു. ഈസി ആയിട്ടാണ് പ്രസവിച്ചത്. 5ാമത്തെ അതുപോലെ ആയിരിക്കില്ലേ? നമുക്ക് നല്ലതിന് വേണ്ടി നല്ലതേ വരൂ. ഡോക്ടർ വെറുതെ ടെൻഷൻ അടിക്കണ്ടേ? വെറുതെ എന്തിനാ പേടിക്കണേ? അങ്ങോട്ട് പോട്ടെ. അത് നമ്മൾ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം നല്ല തന്നെയല്ലേ വരും. വെറുതെ പേടിക്കണേ? അല്ല, ഈ സ്കാനിങ് റിപ്പോർട്ട് എപ്പോൾ കിട്ടും? നിങ്ങൾ റൂമിൽ പൊക്കോ, ഞാൻ റിപ്പോർട്ട് വരുമ്പോൾ അറിയിക്കാം. ഞാൻ അവിടെ തന്നെ കാണും. അവിടെ കാണും. ആയിക്കോട്ടെ. അത് ടെൻഷൻ അടിക്കണതിന്
തെച്ചടിക്കരുത്. ആ അമ്മ അമ്മ ഉറങ്ങിയോ? അമ്മ ഉറങ്ങിയോ? ഉറങ്ങിയതായിരുന്നു, നീ വിളിച്ചപ്പോ ഉണർന്നതാ. എന്നാ അമ്മ ഉറങ്ങിക്കോ, ഞാൻ വേണമെങ്കിൽ ഒരു താരാട്ട് പാട്ട് പാടിത്തരാം. നീയാ താരാട്ട് പാട്ട് പാടി തരാൻ പോണേ? നീ അവനെ കളിയാക്കിയൊന്നും വേണ്ട, നിന്റെ പൊട്ട കവിതയേക്കാൾ അവൻ നന്നായിട്ട് പാട്ട് പാടും. താങ്ക് യു അമ്മ. കേട്ടെ കേട്ടെ, നന്നായിട്ട് പാട്ട് പാടും. പാട്ടെ. അമ്മേ വാവാവോ പൊന്നമ്മേ വാവാവോ, നല്ല കാര്യം. അമ്മേ വാവാവോ പൊന്നമ്മേ വാവാവോ. ഇത് ഉണ്ണി വാവാവോന്നല്ലേ? അത് ഉണ്ണികളെ ഉറക്കാനുള്ള പാട്ട്. ഇത് അമ്മമാരെ ഉറക്കാൻ വേണ്ടി ഞാൻ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത പാട്ട്. എന്തോടാ? ഒന്നുമില്ല, അമ്മയ്ക്ക് താരാട്ട് പാട്ട് പാടി കൊടുത്തേ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഫ്രൂട്ട്സ് അച്ഛാ ഒരു ആപ്പിൾ ഇടും. ഒരു ആപ്പിളും ഒരാപ്പിളും. ആ തരാ, നീ ആക്രാന്തം കാണിക്കാം, തരാ. അച്ഛാ ഓ ഇത് ഈ സ്ലിപ്പിനകത്തുള്ള മരുന്നൊക്കെ താഴത്ത് പോയി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങ അച്ഛാ, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. വേണ്ട, അങ്ങനെ വേണ്ടി ടീച്ചർ അവിടെ ഇരുന്നാൽ മതി, ഞാൻ വാങ്ങിച്ചോളാം. എന്റെ കയ്യില് പൈസ ഉണ്ടെന്ന്. അയ്യോ, നിന്റെ പൈസ അവിടെ ഇരിക്കട്ടെ, ഞാൻ വാങ്ങിച്ചോളാം. മക്കളെ ആ ആ ഇത് 500 രൂപ, പോയി മരുന്ന് വാങ്ങിച്ചോണ്ടോ. ഓക്കെ. ആ ഉടനെ ഞാനും പറഞ്ഞാ. ഇത് ബേക്കറിയിലല്ല ഞാൻ പോണത്, മരുന്ന് മേടിക്കാനാണ്. ഓ പോയിട്ട് വിട്ടെന്ന് ആ ശരിടാ. ബാലു, ഓ ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയിട്ട് പറയാന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. ആ അച്ഛനും അമ്മ എന്തേ? അച്ഛനും അവിടെ താഴെ കിടക്കണം, ഞാൻ നോക്കിയിട്ട് വരാം. ഇതെവിടെ വെക്കേ? ഞാൻ വയ്ക്കാം. ആ നോക്കളെ. ആ ഒന്നെടുത്ത് കൊടു, കൊടുക്കണോ? അല്ലെങ്കിൽ അവൾക്ക് വയറിന് വല്ല അസുഖം മതി ഇതിൻ്റെ ഇടയിൽ കൂടെ. ചേച്ചി കഴിയിട്ട് വരും. എന്തോന്നടേ? കൈകിട്ട് വരാം. ആ സ്റ്റിക്കറൊക്കെ പൊളിച്ചുള്ള ആ അവിടെ കൊടുക്ക്. കഴിയിട്ട് കഴിക്കണേ. അമ്മയ്ക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. കേശു ഇതുകൂടെ കഴിക്കോടാ, അമ്മയ്ക്ക് കൊടുക്കും. വേണ്ട, എനിക്ക് വേണ്ട. ഇതും കൂടെ വേഗം പറയാ ചേച്ചി. എല്ലാരും തോന്നുന്നു, എല്ലാം ഞാൻ തന്നെ കഴിച്ചോളാം. അതെ, നീ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നത്? നമ്മൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ലേ, അടുക്കളയുടെ കഥ അടച്ചോന്ന് എനിക്കൊരു സംശയം. ഓ അതായിരുന്നു. നീ അടച്ചില്ല, പക്ഷെ ഞാൻ അടച്ചു. ഉറപ്പാന്നേ? ആ ഉറപ്പാ. ഇപ്പഴാ എനിക്ക് സമാധാനമായത്. ഓ അല്ല രണ്ടും കൂടെ എവിടെ വന്നിരിക്കണ? പിന്നെന്താടാ, എല്ലാരും കൂടെ മുറിക്കാ തട്ടിയിട്ടിരിക്കണം. അല്ല അപ്പം കാര്യങ്ങളൊക്കെ എങ്ങനെ? എടാ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയിട്ട് വിവരം പറയാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അല്ല സ്കാനിങ്ങിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കിട്ട് ഇപ്പം എനിക്ക് എത്ര പെമ്മക്കളാണ്? എത്ര? 2. എൻ്റെ പൊന്നു മാമ, അതിൻ്റെ കൂടെ ഇതും കൂടെ ചിലപ്പോൾ പെണ്ണായ കാര്യങ്ങളൊക്കെ പറ്റി മാമ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എടാ ഇത് ആങ്കൊച്ചാണെങ്കിലോ? അപ്പൊ നിനക്ക് 3 ആമക്കളാകില്ലേ? വയസ്സുകാലത്ത് ഇപ്പോഴത്തെ പോലെ ജോലിയൊന്നും ചെയ്യാതെ ഈ 3 ആമക്കളെ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാടാ. മാമ അതെനിക്ക് ഇഷ്ടപ്പെട്ടു മാമിയുടെ പ്രയോഗം. ഇപ്പോഴത്തെ പോലെ ജോലി ചെയ്യാതെ അതവിടെ നിൽക്കിട്ട് എൻ്റെ മമ്മി ആൺമക്കളെന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിക്കാൻ എത്ര രൂപ ചിലവാകും? അവന്മാർ പഠിച്ച് വലുതായി തന്നെ എന്താണ് നോക്കുന്നത് വലിയ ഉറപ്പുമല്ലോ ഉണ്ടാ. അവൻ എൻ്റെ വസ്തുവെല്ലാം വിറ്റ് മുടിപ്പിച്ചോട്ട് അവന്മാരെ പാടുകയും പോവും. പിന്നെ പെണ്ണാണെങ്കിൽ കെട്ടിച്ചയക്കണ്ടേ? അതിന് എത്ര മാത്രം രൂപയാവും, പൈസയാവും? ഇതൊക്കെ എവിടെ ഒന്നും എഴുതി തന്നിട്ടുമില്ല. അപ്പം മാമൻ പറ, എന്താണ് പറയാനുള്ള കാര്യങ്ങൾ പറ. എടാ ബാല, ആ ഈ ആശുപത്രി വന്നിരിക്കുമ്പോഴാണോ നീ കാര്യമൊക്കെ ഓർക്കുന്നത്? അല്ല എനിക്കിപ്പോൾ അവിടെ വെച്ച് ഓർക്കാൻ പറ്റുമോ? മാമൻ വരുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, 24 മണിക്കൂർ എനിക്ക് പണിയാണല്ലോ. ആ പിന്നെന്ത് ചെയ്യും? ആ പറ, എങ്ങനെ ചിലവ് അല്ല എങ്ങനെ മുന്നോട്ട് പോകുന്നു മാമൻ പറ. എടാ ബാല, നീ വിഷമിക്കണ്ട. ഇത് പെണ്ണായാൽ നിങ്ങൾക്ക് എഴുതി തരാനുള്ള വസ്തുവിൻ്റെ കാര്യത്തിൽ നീക്കുമ്പോൾ ഉണ്ടാക്കാം. അല്ല ആണായാലും പെണ്ണായാലും മാമ എഴുതി തരുമെന്ന് എനിക്കറിയാം. പക്ഷെ പെണ്ണായ മാമൻ തരാമെന്ന് പറഞ്ഞതിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും കൂടി തരണം. അത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാവിടാ. ആ ചെയ്യണം, എനിക്ക് അത്രേ ഉള്ളൂ. അതൊക്കെ ചെയ്യാം. അപ്പം ഞാൻ പോയിട്ട് വരാം. ഓ നീ എങ്ങോട്ട് പോകുന്നു? നിങ്ങൾക്ക് കഴിക്കാനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയില്ല, തുണിയൊന്നും എടുത്തില്ല. ആ ഓ അത് ശരി. നീ ഒന്നൊരു കാര്യം ചെയ്യും, ആ പിള്ളേരെ വിളിച്ചോണ്ട് പോകും. അല്ല മുടി വേണമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ. വേണ്ട, അല്ല അവനെ അവിടെ വേണ്ട, അതുകൊണ്ടാണ്. നീ അവരെ കൂടെ കൊണ്ടുപോകൂ. ഇവിടെ ഇപ്പം ഞങ്ങളുണ്ടല്ലോ.
നോക്കണേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കല്ലേ. ഏത് സമയത്ത് അകത്ത് നാളെ വിളിക്കും, ആ അവിടെ ചെല്ലണം. ഏറ്റടാ നിന്നെ നോക്കിക്കോണേ. നീ നല്ലേ കാര്യമായിട്ട് പോട്ടെ ഞാൻ എനിക്ക് ഒരു മനസ്സമാനമല്ലേ ഇവിടുന്ന് വീട്ടിലോട്ട് പോകാം. അത്രയ്ക്ക് മനസ്സമാനമില്ലാത്തത് എൻ്റെ ഭാര്യയാണ്. എന്റെ മോള് എൻ്റെ ഭാര്യയാണ്. എന്റെ മോളായതിനു ശേഷമല്ലേ നിന്റെ ആണെങ്കിൽ എൻ്റെ ഭാര്യയല്ലേ. 5 മക്കളെ തള്ളയാണ്, 5 മക്കളാണ്. ചെല്ലടാ നീ ചെല്ല്. അപ്പൊ ഞങ്ങളുടെ ആരുമല്ല അതെ ഇരിക്കും ഇവിടെ. ഡോക്ടർ യെസ് കമ്മി. ഡോക്ടർ ഇരിക്കാവോ? ഇരിക്കൂ. ഇരിക്കൂ. വേറെ പ്രശ്നമൊന്നുമില്ല. നേരത്തെ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡോക്ടറെ നന്നായിട്ട് പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. ഡോക്ടർ ഇവിടെ എവിടെയാണ്? എറണാകുളം. എറണാകുളത്താണ്? അതെ. അത് ശരി. ഹസ്ബൻഡ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലേ? ഡോക്ടറാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഓ, അപ്പോൾ രണ്ടുപേരും ഡോക്ടറാണല്ലേ? അതെ. ഡോക്ടറെ എനിക്ക് ഡോക്ടറാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് സയൻസിന് കുറച്ച് മാർക്ക് വീക്കായിരുന്നു. പിന്നെ മാത്സിന് നല്ല മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കൂടെ എന്നെ എഞ്ചിനീയറിംഗ് പറഞ്ഞു വിട്ടത്. അപ്പോൾ എഞ്ചിനീയർ ആണോ? അതെ, ഇലക്ട്രോണിക്സ്. ഓക്കെ. ഡോക്ടർക്ക് അറിയാമോ, ഡോക്ടറുടെ പ്രൊഫഷനും എൻ്റെ പ്രൊഫഷനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അറിയാം? ഇല്ല. ഡോക്ടറെ, ഞാൻ ജീവനില്ലാത്ത വസ്തുക്കൾ ജീവൻ കൊടുക്കുന്നു. അത് ശബ്ദത്തിലൂടെയും വെളിച്ചത്തിലൂടെയൊക്കെ. ഡോക്ടർ ജീവനുള്ള വസ്തുക്കൾ നശിപ്പിക്കുന്നു, അല്ല സംരക്ഷിക്കുന്നു. മിസ്റ്റർ ബാലു, അല്ല ഞാൻ സംസാരിച്ചപ്പോൾ ഡോക്ടർ അരോചകമായി തോന്നി, ബോറടിക്കുന്നു. അതിന്റെ സിമ്പിളാണ് ഡോക്ടർ വാച്ച് നോക്കിയത്. അതായത് ഞാൻ ഇവിടെ ഇറങ്ങി പോകണം. അല്ല, അതുകൊണ്ടൊന്നല്ല. മിസ്റ്റർ ബാലു പറഞ്ഞോളൂ. ഡോക്ടർ, ഒരു സീരിയസ് കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. നമ്മളൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് പീപ്പിളാണ്. അതായത് നമ്മൾ എന്താ പറയാൻ സിവിലൈസ്ഡ് ആണ്. പക്ഷെ എൻ്റെ വീട്ടുകാർ അങ്ങനെയല്ല, പ്രത്യേകിച്ച് എൻ്റെ അമ്മായിയമ്മ അമ്മാവനും. മിസ്റ്റർ ബാലു, അല്ല, ഞാൻ ആ പോയിന്റിലോട്ട് വരികയാണ്. അവർക്കൊന്നും വിവരമില്ല, വലിയ വിദ്യാഭ്യാസവും ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം ഡോക്ടർക്ക് തരാൻ ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. പക്ഷെ ആ ബുദ്ധിമുട്ട് ആണെന്ന് എനിക്കും അറിയാം. വളച്ചു കെട്ടാണ്ട് കാര്യം പറ. അതെ. പക്ഷെ ഇതെൻ്റെ ഒരു ചോദ്യമായിട്ട് ഡോക്ടർ കരുതരുത്. വിദ്യാഭ്യാസമില്ലാത്ത വളരെ ഗ്രാമത്തിൽ ജീവിച്ച ഒരാളാണ് എൻ്റെ അമ്മായിയമ്മ. അപ്പം അമ്മായിയമ്മ ചോദിക്കുകയാണ്, എൻ്റെ 5ാമത്തെ കുഞ്ഞില്ലേ, ആണാവെണ്ണ? താൻ പോയിട്ടേ പേഷ്യന്റിന് ബ്ലഡ് വേണം, അവരോട് അത് ശരിയാക്കാൻ പറയൂ. അല്ല ഡോക്ടർ, എന്തെങ്കിലും ഒരു ക്ലൂ? ഇല്ലില്ല, അതൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ എൻ്റെ മെഡിക്കൽ എത്തിക്സിനെതിരാണ്. ഐ കാൻ ഡു ദാറ്റ്. പക്ഷെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് എത്തിക്സ് ഇല്ല. എനിക്ക് പറ്റില്ല, പറയാൻ പറ്റില്ല അതൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമല്ലേ? അതെ, തീർച്ചയായും. ഐ എം സോറി. ഓക്കെ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ഇത് അവരോടൊന്നും പോയി പറയാൻ നിൽക്കണ്ട. ഓക്കെ. പക്ഷേ സത്യം പറ, ആണാവോ? എനിക്ക് നല്ല ബലമുണ്ട്, ആണാണ്. ഓക്കെ, പ്ലീസ്. അമ്മൂമ്മനെ സഹായിക്കണോ? എന്റെ അമ്മേനോട് അഡ്മിറ്റ് ചെയ്തേക്ക. അമ്മൂമ്മയുടെ മുറി ഏതാ, ഞാൻ കൊണ്ടേക്കാം. വേണോ? ഇവിടെയാണോ? മുറിയിൽ ആരൊക്കെയുണ്ട്? ഞാൻ വീട്ടിൽ പോയിട്ടെ ചോറ് കെട്ടിക്കൊണ്ട് വരാം. അപ്പൊ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരുമോ? നീ ലച്ചു ഇത് എവിടെ പോയത്? അവള് ചായ മേടിക്കാൻ പോയതോ വീട്ടിൽ പോയി ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ പോയതോ? അത് വല്ലയിടത്തും വായ നോക്കിണ്ടാവും. ഞാനും കൂടെ ചേച്ചിയുടെ കൂടെ പോയായിരുന്നെങ്കിൽ എപ്പോ ചേച്ചി കൊണ്ടുപോകും നമ്മളെല്ലാം ചായ കുടിച്ചെന്ന് ചോദിച്ചാൽ മതി. അമ്മ എന്തോന്നടി ഇത്, എത്ര നേരം നീ പോയിട്ട്? അമ്മ, ഞാനിവിടെ സ്റ്റെപ്പ് കയറി എത്തിയതാ അമ്മ. അപ്പോഴേക്കൊരു അമ്മൂമ്മ, അതിന് സ്റ്റെപ്പ് കയറാൻ പോലും പറ്റാനുള്ള. അവസാനം ഞാൻ പിടിച്ച് മുറി കൊണ്ടാക്കിയിട്ട് ഇപ്പൊ വന്ന വഴിയോ. അതിന് ഇത്ര നേരം വേണം? ഞാൻ മുറി കൊണ്ടാക്കിയാച്ചാ. അപ്പൊ എൻ്റെ അടുത്ത് പറയാ ചായ വേണമെന്ന്. ഞാൻ അവിടെ നോക്കിയപ്പോ അവിടെ ആരും ഇല്ല, ചായയും ഇല്ല. അവസാനം എൻ്റെ ഉണ്ടെന്ന ചായ ഇല്ലേ, അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. അവർക്ക് ആരും ഇല്ലേ? ഞാൻ നോക്കിയപ്പോ മുറിയിലൊന്നും ആരും കണ്ടില്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോ മക്കളൊന്നും ഉണ്ടാവില്ലായിരിക്കും. മക്കളൊക്കെ ഉണ്ട്, 7 പേരുണ്ട്. എല്ലാവർക്കും ജോലി തിരക്കും ബിസിയും കാര്യങ്ങളൊക്കെ. അമ്മൂമ്മനെ നോക്കാൻ മാത്രം ആരുമില്ല. എത്ര മക്കളുണ്ടായിട്ട് ഒരു കാര്യമില്ല. കണ്ടില്ലേ, 7 മക്കള്. നമുക്കാക്കിയത് 5ാമത്തെ വരാനും പോകണം. എനിക്ക് തോന്നില്ല നമ്മുടെ പ്രായത്തിൽ ആരും നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ.
അവസാനം. അപ്പൊ അച്ഛനും അമ്മ ഞങ്ങളെ പറ്റി അങ്ങനെ കരുതിയാക്കണേ? അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ. വേണ്ട, ഒന്നും ഉദ്ദേശിക്കണ്ട. കേട്ടല്ലോ പറഞ്ഞത്? കേട്ടല്ലോ? പിള്ളേരെ കേട്ടല്ലോ? എന്നാലും അമ്മ അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടാ. അവൾ ഈ ആദ്യം കൊണ്ട് പറഞ്ഞല്ലേ. അപ്പൊ അച്ഛനാദില്ലേ? എനിക്ക് ആദ്യമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അല്ലേ നമുക്ക്. അച്ഛനാ പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. ഇപ്പൊ അമ്മയുടെ മക്കൾ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? അതെ, ഇവരാരും നോക്കിയില്ലെങ്കിൽ വിഷ്ണു ഒറ്റയ്ക്ക് നോക്കും നിങ്ങളെ രണ്ടുപേരും. എന്ത് വിഷ്ണു ഒറ്റയ്ക്ക് മാത്രം? ഈ ലച്ചു നോക്കും. പിന്നെ ഞങ്ങളോ? ഞങ്ങൾ നോക്കും നിങ്ങൾ രണ്ടുപേരെ. അത് തന്നെ, ഞങ്ങൾ നോക്കും. ഇപ്പൊ എത്ര പേരാണ് നോക്ക്. ഇതിലിപ്പ എന്ത് വേണോ ഇനി? ഇതിൽ കൂടെ എന്ത് ഭാഗ്യം വേണം, എല്ലാരും നോക്കല്ലേ. ലച്ചു ലച്ചുവേ, എന്തോന്ന് ഇവള് വിഷമിച്ചിരിക്കണേ? ഇവിടെ വന്നേ, വാ ലച്ചു ഇങ്ങോട്ട്. അയ്യോ സങ്കടം വന്നാ കരയണം. വാ. അച്ഛൻ അമ്മേനെ ഇട്ടിട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം അമ്മേനെ നോക്കിയത് ആണോ? അപ്പൊ ഇച്ചിരി മുമ്പ് പിന്നെ ആ ഡയലോഗ് പറഞ്ഞ എന്തിനാ? അത് മറ്റേ അമ്മൂമ്മയുടെ കാര്യം നീ പറഞ്ഞോണ്ട് പറഞ്ഞല്ലേ, നിങ്ങൾ അങ്ങനെ ആവോന്നല്ല ഞാൻ പറഞ്ഞത്. ചില മക്കളൊക്കെ അങ്ങനെയാണ് അല്ലേ? അവളങ്ങനെയൊന്നുമല്ല, ചുമ്മാ വിഷമിപ്പിക്കല്ലേ. വാ ഇങ്ങോട്ട്. വാ വാ, അമ്മ വിളിക്കാനല്ലേ. വാ വാ. കല്ലേക്കല്ലേ എവിടെ പറയാ പറയില്ല. ഞാനല്ല പറഞ്ഞത്, അച്ഛനാണ് പറഞ്ഞത് ആദ്യം അല്ലേ? അടുത്ത കൂടെ ചാലിക്കറി അവര് വിഷമം വന്നു ചിരിച്ചോണ്ട് പറഞ്ഞു. വിഷമല്ലല്ലോ, ഇത് ചിരിയല്ലേ? അവന്റെ വിഷമം അങ്ങനെയാണ് അല്ലടാ യേശു. വയറ് 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 കയറി ഇരിക്കല്ലേ. നിനക്ക് വിഷമമാണോ? ഓ അമ്മാ ഇല്ലല്ലോ. ചുമ്മാ വിഷമിക്കല്ലേ. എന്തോന്നടാ ശ്രദ്ധിച്ച്. സൂചി അമ്മ കൈ കൈ അമ്മ വെച്ചോ. താങ്ക് യു. പഠിക്കാൻ പറ്റണ്ടേ? എന്തോ ചെറിയ വായാണോ? കണ്ടാ ഇത് വായിന്റെ അല്ല, ഡാർട്ടി എന്ന് പറയുന്നത്. വായ പൊഴിച്ചേക്കണേ. ഫ്ലവേഴ്സ് അവതരിപ്പിക്കുന്നു AR റഹ്മാൻ ഷോ കൊച്ചിയിൽ ഈ മാസം 12 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുതൽ. പ്രവേശന ടിക്കറ്റിനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.flowerstv.in, bookmyshow.com, insider.in and Paytm. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം. Flowers presents AR Rahman Show at Cochin, 12th Saturday of this month from 6:30 p.m. For tickets, visit www.flowerstv.in, bookmyshow.com, insider.in, Paytm and all major post offices. ആഹാ, കിടക്കണ കോലം കണ്ടാ? പാത്രം കഴുകിക്കാത്ര. അല്ല, നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ പെട്ടെന്ന് അമ്മയ്ക്ക് വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വന്ന അതല്ലേ? വെച്ചു മക്കളെ, ഈ പാത്രം കഴുകി. പെട്ടെന്ന് എടുക്ക്. നീ വരേ, നീ പാത്രം കഴുകി കഴുകും. ഞാനാ കഴുകടാ. എന്താ പിന്നെ ഞാൻ കഴുകണോ? കഴുകടാ. താങ്ക്സ് അച്ഛാ. നീ വാ. എവിടെ പോണേ? ഞാൻ റൂമിൽ. നീ പാത്രം ഇടറാ. എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. നീ ഒരു കാര്യം ചെയ്, ആ തുണിയെല്ലാം എടുത്തേ ആ സോപ്പ് പൊടി ഇടും. സോപ്പ് പൊടിയിൽ മുക്കി വെച്ചാ മതിയാ? കഴുകാൻ നിന്റെ അച്ഛൻ വരുമോ? ഓ
ഞാൻ എന്തെങ്കിലും ചെയ്യണോ? മോളെ കറക്കി വല്ല പച്ചക്കറി അടുക്കളയിൽ പോയി നോക്ക്. ഓക്കേ അച്ഛാ. നീ ഇവിടെ വേണ്ട. ഉള്ള തക്കാളി വന്ന് തീർക്കാൻ വേണ്ടി നീ പോ, മക്കള് പോയിട്ടോ. ഇവിടെ 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 നീ ഇവിടെ കൊണ്ടുപോയി. ഇവിടെ പോണേ. പാത്രം കഴി തീർന്നാ? അല്ല ഞാൻ പാത്രം നനച്ചിട്ടുണ്ട്. എന്തിനു പൊടിക്കാനാ? പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോ വെച്ചിട്ട് പോയില്ലേ, അപ്പൊ അതിനകത്തെല്ലാം കറിയൊക്കെ ഉണങ്ങി പറ്റി. അപ്പൊ ഒന്ന് കുതിർക്കാൻ വേണ്ടിട്ട് നനച്ചിട്ടിരിക്കും. കഴുകി വെക്കണം. ആ കഴുകി വെക്കാം. എന്തുകളാ ഇത്ര ഉള്ള കഴുകാൻ? ഈ ബാക്കിയെല്ലാം അമ്മ കഴുകിട്ടല്ലേ പോയത്. ആ ഇത് സിമ്പിൾ, ഇപ്പൊ കഴുകുക. ചേച്ചി ചേച്ചി എന്തായാലും കഴുകാൻ പോവല്ലേ? ഞങ്ങളുടെ റൂമിൽ കുറച്ച് അയക്കോ തുണി കൂടെ ഉണ്ട്, അതും കൂടെ കഴുകി. എന്തോ ചോദിക്കൊന്നും വേണ്ട. അവിടെ അല്ലെങ്കിൽ തന്നെ കുറെ കുഴപ്പമുണ്ട്. അമ്മ ഉണ്ടായപ്പോ അമ്മ ഏതെല്ലാം കഴിക്കൊണ്ടിരുന്നു. അമ്മ ഇല്ലല്ലോ. എന്നെ കൂടെ പോയി കഴുകാൻ പോടുന്നു. അവര് രണ്ട് നിക്കറന്നല്ലേ, ഇത് കഴുകടി പോ. ആ ഇവിടെ ഒരു സാധനമില്ല, എല്ലാം പുറത്തുനിന്ന് വാങ്ങിയാലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. തന്നെ എല്ലാം തീർന്നിരിക്കുക. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ പുറത്തു പോയേ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം. വെറുതെ ഇരിക്കാതെയൊക്കെ തുടച്ചിടാ പിടിച്ച് കൊണ്ടുപോടാത്ത്. ഈ സാധനങ്ങൾ വാങ്ങിച്ചു പിടിച്ചിട്ടാ ആദ്യം. ഒരു തുണി എടുത്തൊക്കെ വൃത്തിയാക്കി. ആ ചേട്ടാ ഫോണിൽ കളിച്ചോണ്ടിരിക്കുക, പോയി പ്ലേറ്റ് എടുക്ക, അച്ഛനെ ഇപ്പൊ വരുമെന്ന്. ഇപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് പോയി പ്ലേറ്റ് അല്ലേ, അത് കുറച്ചേ ഉള്ളൂ, അത് ഞാൻ കഴിക്കോളാം, സമയമുണ്ട്. അതിന് പ്ലേറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ആരാ പറഞ്ഞേ? കറി വെച്ച് പാത്രമൊക്കെ കഴുകാണ്ട് പോയി കഴുകേട്ടാ. പറയണ്ടെന്നാ അല്ല ഇപ്പൊ പറഞ്ഞേ. എന്തോന്നാണ് രണ്ടും കാണിക്കണേ? മാറ പാത്രം കഴുക. താങ്ക് യു. എന്തോന്നാ കാണിക്കണത്? അതെ വല്ലാത്ത പണിയായി പോയി. ശരിയാട്ടാ, അമ്മയെ സമ്മതിക്കണം. എന്തോന്നടേ ഒറ്റയ്ക്ക് തുണി കഴുകിയ എന്നെക്കാളും ക്ഷീണമുള്ള ടീമായിട്ട് പാത്രം കഴുകിയ നിങ്ങൾക്ക്. ചേച്ചി ഞങ്ങൾ ചേച്ചിയുടെ കൂട്ട് തുണി വെറുതെ വെള്ളത്തിൽ മുക്കി വെഴുത്തിരിക്കുന്ന പരിപാടിയല്ലേ ചെയ്തത് കേട്ടാ. എന്ത് കുട്ടി അടിച്ചിരുന്നത്? ഹെവി വർക്കായിരുന്നു. ഇത് അടുക്കളയിലെ പാത്രമൊക്കെ കഴുകിയിട്ടുണ്ട്, പിന്നെ അടുക്കള മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്, പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പണി കഴിഞ്ഞ ആര് പറഞ്ഞു പണി കഴിഞ്ഞെന്ന്? പിന്നെ വീടൊക്കെ വൃത്തിയാക്കണ ആര്? വീടൊക്കെ വൃത്തിയാക്കാനാ? ഇത് എന്തോന്ന് വെച്ചാൽ സേവനം വരും വീട് മൊത്തം വൃത്തിയാക്കാൻ. നീ സേവന വാരത്തിൻ്റെ അന്ന് മാത്രമേ വീട് വൃത്തിയാക്കോളാം. ആടാ ഏതൊരു കാര്യം പറയാം, കുഞ്ഞുവാ വരാൻ പോവേണം. വീട് മൊത്തം ക്ലീൻ ആയിരിക്കണം, ഒരൊറ്റ പൊടി പോലും പാടില്ല. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കത്തിച്ചേരണം. രാജ അപ്പൊ ചുരുക്കം പറഞ്ഞ ഇന്ന് പണിയാണെന്ന് അർത്ഥം. റെസ്റ്റ് ഇല്ല, അത്രേ ഉള്ളൂ. സുഖമായിട്ട് അവിടെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് അമ്മയുടെ ഫോൺ എടുത്ത് ഗെയിം കളിച്ചോണ്ടിരുന്നാ മതിയായിരുന്നു. എടാ കേശു, നമ്മള് കുഞ്ഞു പിള്ളേരല്ലേ, അതുകൊണ്ട് അച്ഛൻ നമ്മളെ കൊണ്ട് അത്ര ജോലിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല. ശരിയാ, ഞാൻ ഒറ്റയ്ക്കല്ല അച്ഛ തുണി കഴുകിയത്. അപ്പൊ അച്ഛൻ എനിക്ക് റെസ്റ്റ് തരും അല്ലേ അച്ഛാ? ഞാൻ ഒരു കാര്യം പറയാം, അവരോരോ പണി അവരോരോ ഏറ്റെടുത്ത് ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പണിയെ നീയൊക്കെ കഷ്ടപ്പെടും. അച്ഛാ ഞാൻ അച്ഛനോട് അച്ഛനെ കുക്കിങ്ങിന് സഹായിക്കാം. എന്തോ കുക്കിങ്ങിന് സഹായിക്കാം? കുക്കിങ്ങിന് ഞാൻ മാത്രം മതി, പ്രത്യേകിച്ച് നീ വേണ്ട കേട്ടാ. ആ ശരി, അവരോരോ പണി നടക്കട്ടെ. ആ പിന്നൊരു കാര്യം, ഈ വീട്ടിൽ ഏറ്റവും വൃത്തികേടാക്കുന്നത് നിന്റെ റൂമാണ്. അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിള്ളേരെ വിളിക്കരുത്, നീ ഒറ്റയ്ക്ക് തന്നെ ചെയ്താണ് കേട്ടാ. ചെല്ലോ ഇത് വേണം. അവനെ വാ. അച്ഛാ അച്ഛാ ആ സ്പെഷ്യൽ എന്ത്? സ്പെഷ്യലാ? ഇവിടെ ആശുപത്രി കിടക്കുകയാണ്. എന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ആ അച്ഛാ ഇപ്പൊ കഞ്ഞിയും പയറും ആണെങ്കിലും ഓക്കെ. ലടിച്ചോ? ഹലോ, ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് ഇവിടെ നിന്ന് കറങ്ങണ? അത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച റൂം ക്ലീൻ ചെയ്തേ, അതുകൊണ്ട് ക്ലീൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. സ്വയം തീരുമാനിച്ചാൽ മതിയാ? എന്റെ തീരുമാനമൊന്നുമല്ല ഇത്, ലച്ചു ചേച്ചിയെ പറഞ്ഞ ക്ലീൻ ചെയ്യേണ്ടതാണ്. ആര്? ലച്ചു ചേച്ചി. അവള് പറഞ്ഞാ? ലച്ചുവേ എന്താ അച്ഛാ? എന്ത് ക്ലീൻ ചെയ്യണ തീരുമാനിച്ചാ? ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല, ക്ലീൻ ചെയ്യണം വേണ്ടി അഭിപ്രായം ചോദിച്ചു, അത്രേ ഉള്ളൂ. അഭിപ്രായമൊക്കെ ചോദിച്ച് സർവേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യോളാം. വെള്ളം വെക്കണ്ട, ക്ലീൻ ചെയ്തോളാം. പിന്നെ ക്ലീൻ ചെയ്യണേ ഇവിടെ. അച്ഛാ മുടിഞ്ഞാണ് റൂം ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു. അതുകൊണ്ട്
അല്ല മുടിയൻ ചേട്ടൻ റൂം ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് തന്നാലേ ഞങ്ങളുടെ റൂം ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ ഒന്ന് അരി കഴുകി അടുപ്പെടുത്ത്. അച്ഛൻ പോക്കി ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. മാറി. ആ അച്ഛാ ഈ ലച്ചേച്ചിന്റെ നമ്പർ ആണ് കേട്ടാ റൂം ക്ലീൻ ചെയ്തിരിക്കാൻ വേണ്ടി. ആണോ? അപ്പൊ നീ പോയി റൂം ക്ലീൻ ചെയ്യപ്പോ. അപ്പൊ ഞാൻ സഹായിക്കണ്ടേ? സഹായിക്കണം. കുറച്ച് അരി എടുത്ത് അടുപ്പെടുത്തിട്ട് ചോറ് വയ്ക്കാൻ എനിക്കറിയാം. പോ. അച്ഛാ അച്ഛൻ അപ്പൊ അച്ഛന്റെ ജോലി ചോദിക്കുകയോ ഞങ്ങളെ ജോലി ചോദിക്കണം. അതെ അതെ, ഈ ആവശ്യമുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ അവിടെ കുന്നുകൂടി കിടപ്പുണ്ട്. ഒരൊറ്റ അവിടെ കാണരുത്, എല്ലായിടത്തും കളഞ്ഞതേ. ഓക്കെ അച്ഛാ. കേട്ടാ? അച്ഛനെ സഹായിക്കാച്ചാ. ആ മുടിയെടുത്ത് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഓക്കെ അച്ഛാ. കേശുവേ, കേശു, ഇവിടെ സാധനങ്ങൾ വേടാ. അച്ഛനല്ലേ പറഞ്ഞു ആവശ്യമില്ലാത്ത എല്ലായിടത്ത് പുറത്തുള്ള എന്നിട്ട് ക്ലീൻ ചെയ്യാൻ. ഡേയ്, എന്നാ ഇതും കൂടെ എടുത്ത് കളഞ്ഞുകൂടായിരുന്ന? ഞങ്ങൾ ശ്രമിച്ചു നോക്കിയത് വെച്ചാ, പക്ഷെ പൊങ്ങിയില്ല TV. നീ എന്നെ എന്തേ വിളിക്കാണ്ടിരുന്ന? ഞാനൊരു സഹായിച്ചിട്ടുണ്ടാവില്ലേ? എത്തിയാ? നീ അവളെ നല്ല ആശുപത്രിയിൽ അല്ലേടെ കൊണ്ടുപോകണത്. എപ്പം നോക്കിയാൽ അവൾ ആശുപത്രി കൊണ്ടുപോകണത്. ഇയാൾക്ക് ഇത് എന്തോന്ന്? എന്നാ അവള് ഗർഭിണിയല്ലേ, അവള് വേദന എടുത്തപ്പോ ഞാൻ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ ആശുപത്രി വേറെ എവിടെയും കൊണ്ടുപോകാൻ? അല്ല എപ്പോഴും കൊണ്ടുപോകണോണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ല അതുകൊണ്ട് അവൾ ആശുപത്രിയാണ് നിങ്ങൾ ആരും വിളിച്ച് പറഞ്ഞത്? സുരേന്ദ്രേ, അവടെ ഞാൻ അവനെ നോക്കി നിന്നില്ല. ഇത് കേട്ട ഉടനെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് എന്തിനാ വന്നത്? നിങ്ങൾ ദീനുവിനെ കാണാൻ ആശുപത്രിയിലോട്ട് പോകുന്നത്? ആശുപത്രി എനിക്കറിയാടാ. എവിടെയെന്ന് പറഞ്ഞോളൂ ഞാൻ പോവും. അത് ഓർത്തു അവിടെ ഇപ്പൊ ആരിയ്ക്കണേ? അവിടെ മാമനും കുട്ടമുള്ള അവനും മാമിയുണ്ട്. ആ എന്തായാലും വന്നത് നന്നായി. ആശുപത്രി ചോറിന് കൊടുക്കുക ഒരാളായല്ലേ. അല്ല അപ്പൂപ്പൻ പോണ്ട, ഞാൻ കൊണ്ടു കൊടുത്തോളാം. എന്തിനാ അപ്പൂപ്പനെ കഷ്ടപ്പെടുത്തണത്? ഞാൻ പോക്കോളാം. നീ എനിക്ക് കൂടെ വന്നൂടെ? ഇല്ല, ഞാൻ കൊണ്ടു കൊടുക്കാം. അപ്പൂപ്പനെ വെറുതെ കഷ്ടപ്പെടണം. ഞാൻ പോയി. നീ കൊണ്ടുകൊടു. സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. പിള്ളേരാ എല്ലാം ഇങ്ങനെ പോട്ടെ. നീ സമാധാനപ്പെടും. ഒന്നാതെ ആശുപത്രി കിടക്കും. നീ ഇവിടെ പ്രശ്നങ്ങളായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചല്ലേ. ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ പോണ്? ഞാൻ അടക്കള കിടന്ന് പാടുപെടല്ലേ. അല്ല ഞാൻ കൂടെ പറഞ്ഞു വന്ന് സഹായിക്കാടേ. പിന്നെ അല്ലാതെ നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട. അതിനല്ലേ ഞാൻ വന്നത്. കൊറേ നേരമല്ലേ പള്ളി പിടിച്ച് വലിച്ചോണ്ടിരിക്കും. വരിക്കുന്ന ചേട്ടാ, ചേട്ടനൊക്കെ ഹോസ്പിറ്റലിൽ പോകാനുള്ള വഴിയൊക്കെ അറിയോ? അയ്യോ ഊതല്ലേ, വിഷ്ണുവിന് വഴിയൊക്കെ അറിയാം. ആരും വഴി പഠിപ്പിച്ചാറുണ്ടാ? അത് തന്നെ ഡി, വിഷ്ണുവിനെ ആരും വഴി പഠിപ്പിക്കാൻ പോകണ്ട. വിഷ്ണു എല്ലാ വഴി അറിയാം. ഗൂഗിൾ മാപ്പ് നോക്കി പോ, നന്നായിട്ട് അറിയാം. ഈ ഗൂഗിൾ മാപ്പൊക്കെ എപ്പോഴാണ് ഉണ്ടായത്? അച്ഛാ, അച്ഛാ ചോറ് റെഡിയായാ? നീ അതിൻ്റെ ഞാൻ കൊണ്ട് കൊടുക്കാറ് ആശുപത്രിയിൽ. നിങ്ങൾ ഇവിടെ ചുരുട്ടി കിടന്ന് ഉറങ്ങും. അവൻ കൊണ്ടു കൊടുക്കും. അതെ, എന്തൊക്കെയുണ്ട് കഴിയാൻ? എടാ മുട്ട പൊരിച്ചിട്ട് ചമ്മന്തിയുണ്ട്, പലതോരമുണ്ട്. പെട്ടെന്ന് കൊടു, താമസിച്ച് പെട്ടെന്ന് കൊണ്ടുകൊടുക്കും. പോണു, ഞാൻ പോണു. ഇതിനകത്ത് വെച്ചിട്ട് പോകും. അമ്മ വിളിക്കണം. കൊണ്ടുകൊടുക്കാൻ താമസിച്ചോണ്ട് വിളിക്കാണ്. നീ വിളിക്കും പറ. ഇറങ്ങി കഴിക്കുന്ന പറ. ഇറങ്ങി. ഹലോ അമ്മ, ഞാൻ അവിടുന്ന് ഇറങ്ങി. ചോറും നല്ല കറിയൊക്കെ ഉണ്ട്. മുട്ട പൊരിച്ചതും പയറുവരനും ചമ്മന്തിയൊക്കെ ഉണ്ട്. ഇറങ്ങണ്ടെന്നാ? അതെന്താ? ആ ശരി ശരി, ഓക്കെ അമ്മ. എന്താ ചോറ് വേണ്ടെന്ന്? സുഷിമേന്റി എല്ലാവർക്കുള്ള ചോറ് കൊണ്ട് കൊടുത്തുന്നു. എന്നാ പിന്നെ രാത്രിയുള്ള ചോറും കൂടെ സുഷ്മേനോട് കൊണ്ടേ കൊടുക്കാൻ പറ. അവൾ ആദ്യം ഒരു ഉപകാരം ചെയ്തു. പക്ഷെ രാത്രി കൊണ്ടു കൊടുക്കണ്ട, നമ്മൾ രാത്രി അങ്ങോട്ട് പോവല്ലേ, നമ്മൾ കൊണ്ടു കൊടുക്കാം. അച്ഛാ ഇപ്പൊ എന്തായാലും ഇപ്പൊ ചോറ് കൊണ്ടേ കൊടുക്കുന്നില്ലല്ലോ. ഈ മുട്ട പൊരിച്ച് ഞാൻ എടുത്തോട്ടാ. ഇപ്പൊ അല്ലേ അച്ഛാ പ്ലീസ് അച്ഛാ, താഴ്ച അച്ഛാ. എടുത്ത് തിന്നാൻ പോവേണ്ടി. ഈ ചെറുക്ക് ഇങ്ങനെ ആയിപ്പോയത്. ആ കൂന്തലും പിടിച്ച് വന്ന് തിന്നല്ലേ. അങ്ങോട്ടോ ഈ ചെറുക്കിനെ ഒരു പാഠം പഠിപ്പിക്കും. ചുമ്മാ വല്ലവർക്കും വാതിലൊക്കെ പൂട്ടിയിരുന്നു കഴിക്കണത്. വാതില് പൂട്ടിന്ന് നമ്മൾ പോയി തട്ടിപ്പറക്കുന്നത് പേടിയാ.
കേശുവേ കേശു അവന്റെ വായിലിപ്പോ ഫുഡായിരിക്കും. മക്കളെ മൊത്തം കഴിച്ചിട്ട് പാത്രം കഴിക്കണം കേട്ടാ. എനിക്ക് അവൻ്റെ അടുത്ത് അതേ പറയാൻ പറ്റും. ഈ ചെറുക്കനെ ഇങ്ങനെ ശീലിപ്പിക്കരുത്. ആളെ കൊച്ചു പയ്യനാണ് കഴിക്കട്ടണ. എന്നാലും എന്തൊരാർത്തിയുടെ എന്റെ പൊന്നി ആഭാരം തന്നെ നിനക്കൊണ്ടായ. അവൻ തുറക്കത്തില്ല. അവൻ കഴിച്ചു കഴിഞ്ഞ് നന്നായിട്ട് വടിച്ച് ക്ലീൻ ആക്കിയിട്ട് തുറക്കത്തുള്ളൂ. പാത്രം കഴുകി വെച്ചേരെ. എന്താ പാത്രം കഴുകി വെച്ചേക്കാൻ സൗകര്യം. അച്ഛ എന്നാ വെള്ളത്തുണി. ഏതുപോലെ മുണ്ടായിട്ട് അവർക്ക് കീറിയാ. ഒരു തവണ അബദ്ധം പറ്റിയ എപ്പോഴും അബദ്ധം പറ്റണമെന്നുണ്ടോ? ആ പോയി കവർ എടുത്തുണ്ടോ ഇതൊക്കെ വയ്ക്കാൻ. അച്ഛാ ആ എന്നാ ബാസ്കറ്റ്. ആ ദേ ബക്കറ്റ് റെഡി. സാധനങ്ങളൊക്കെ എടുത്തില്ലേ? ഓ എല്ലാം എടുത്തു. എല്ലാം എടുത്താ? ഡെറ്റോൾ എടുത്താ? ആ സോപ്പ് എടുത്താ? ഓ ബ്രഷ് എടുത്താ? ആ ബ്രഷും പേസ്റ്റും എടുത്തു. പേസ്റ്റ് ടവല് ടവൽ എടുത്തു. എല്ലാം എടുത്തല്ല? ഓ ഒന്നും മറന്നില്ലല്ലേ? ഇല്ല അച്ഛാ. ആ ഞാൻ നീരുവിനെ വിളിക്കട്ടെ. ആ ഫോൺ എടുത്തുണ്ടോ? ഫോണോ? എവിടെ? നീരുവിനെ വിളിച്ച് ചോദിക്കാം എന്തെങ്കിലും വേണമെന്നേ. നൈറ്റി എടുത്താ? നൈറ്റി? അയ്യോ രണ്ടാമത്തെ പ്രാവശ്യം പോയി ഞാൻ വാങ്ങിച്ച നൈറ്റിയാണ്. അത് കൊണ്ടുവന്ന് പോയില്ലെങ്കിൽ എന്നെ ആശുപത്രി കയറ്റില്ലോ. നൈറ്റ് എന്റെ റൂമിൽ നിന്ന് കിട്ടി. നിന്റെ റൂമിൽ നൈറ്റ് വന്നേ? ആ എനിക്കറിയില്ല. അവൾ എടുത്തില്ലായിരിക്കും. ഞാൻ തീർക്കാം. മക്കളെ ഫോൺ എടുത്തുണ്ടോ? ഞാൻ വിളിക്കട്ടെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യണേ? ഹലോ ജിലു. ആ ആ നീ സുഖായിരിക്കണോ? നീ സുഷമയുടെ പോയി ചായ വാങ്ങിക്കാൻ പോയി. ആ ഇവിടെ അല്ലേ എടുത്തേ? ആ ഇവിടെ ബ്രഷ് എടുത്ത് അയ്യോ നൈറ്റി എടുത്തേ. നിന്റെ നൈറ്റി എടുത്ത് അതാണ് ആദ്യം എടുത്തത്. ആ പിന്നെ എന്താ എല്ലാം എടുത്ത്. ഓ ഡെറ്റോളും എടുത്ത്. ആ ടവലും എടുത്ത്. ബെഡ്ഷീറ്റ് എടുത്താ? ബെഡ്ഷീറ്റാ? പോയി ബെഡ്ഷീറ്റ് എടുത്തോ അവിടെ. എല്ലാം ഒറ്റയ്ക്ക് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ. ആ ശരി ശരി. ഓ എടുക്കാം ബെഡ്ഷീറ്റ് എടുക്കാം. ഓ എന്തൊക്കെ പിന്നെ ബെഡ്ഷീറ്റ് എടുത്തോണ്ട് ഇല്ല എടുത്തല്ലേ ബെഡ്ഷീറ്റ് എടുത്തോ. ബെഡ്ഷീറ്റ് അച്ഛാ ഈ ബെഡ്ഷീറ്റ് മതിയോ? എടാ ഈ കൂതറ ബെഡ്ഷീറ്റാണ് ആശുപത്രി കൊണ്ടിരിക്കുന്നത്. നാണങ്ങളല്ലടാ. ഇതേ ഉള്ളച്ചാ വേറെ പുതിയ ബെഡ്ഷീറ്റ് ഇവിടെ കിടന്നില്ല. എവിടെ പോയി? അവള് പോത്ത വച്ചെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. സൂക്ഷിച്ചു വെച്ചതാണ്. ആരെ സൂക്ഷിച്ച്? ബെഡ്ഷീറ്റ് സൂക്ഷിച്ചു. അത് ഈ മുറിയിലല്ലേ ബെഡ്ഷീറ്റ്? നിന്റെ മുറിയിലല്ലേ ഇരുന്നത്? ഞാൻ അച്ഛന്റെ മുറി. നൈസ് അടിച്ച് മാറ്റാൻ നോക്കി അല്ലാടി. പിന്നെ എനിക്ക് ബെഡ്ഷീറ്റ് അടിച്ചു മാറ്റി പണി. ബാക്കി ഞാൻ ആരും അടുത്തൊന്നും മാറ്റരുത് കേട്ടോ. ആ ശരി. വേറെ എന്തെങ്കിലും എടുക്കണം? എന്താ അവിടെ വേറെ എന്തെങ്കിലും വേണം? വേറെ ഇതിനകത്തായിരിക്കും. ലജ്ജ ചേച്ചി, സാധാരണ ഈ ആശുപത്രിയിലെ രോഗികൾക്ക് ഈ കഞ്ഞിയല്ലേ കൊണ്ടി കൊടുക്കാറ്? എന്ത് ചപ്പാത്തി? അത് രോഗികൾക്കല്ലേ കൊടുക്കണം. അപ്പൊ നമ്മുടെ അമ്മ എന്താ രോഗിയല്ലേ? ഗർഭം എന്ന് പറയുന്നത് രോഗമല്ലല്ലോ, ഒരവസ്ഥയല്ലേ. എന്റെ പൊന്നു മണ്ടി ആദ്യം മനസ്സിലാക്കുക. ലജ്ജേച്ചി വിട്ടേക്ക്, അവൾക്ക് അറിഞ്ഞോളൂ കുഞ്ഞല്ലേ. അച്ഛാ റെഡിയാ? റെഡിയാ? ആ റെഡിയായി. പൈസ റെഡിയായ? എന്നാ പൈസ ബാങ്കിൽ കിടക്കലാണ്. ഏറ്റവും വഴി എടുത്തോളാം. അച്ഛാ ATM-ന് വിശ്വസിക്കാൻ പറ്റില്ലട്ടാ. അതുകൊണ്ട് അച്ഛൻ കുറച്ച് പൈസ എടുത്ത് കയ്യിൽ വെക്കുക. എപ്പോഴും ആവശ്യം വന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരിയാണല്ലോ. അപ്പൊ പോണ വഴി എടുക്കാം അല്ലേണ്ണ? എങ്ങനെ പോണേ? എന്നാ ചന്ദ്രനെ വിളിച്ച ആട്ടോക്ക് അവൻ ഫോൺ എടുക്കില്ല. അപ്പൊ ഒരു കാര്യം ഞാൻ പോയി ആട്ടോ ഓടിച്ചോണ്ട്. നിങ്ങൾ ഈ വയ്യാത്ത കാലം കൊണ്ട് മഴ എവിടെ? ഞാൻ പോയിട്ട് വരാം. ഒരു ആട്ടോ വിളിക്കാൻ കാലിനാവൂടെ? ഞാൻ പോയി വിളിച്ചോണ്ട് തരാൻ. ഇത് പോയി പെട്ടെന്ന് വിളിച്ചോണ്ടോ? ആ അപ്പൂപ്പൻ വിളിക്കണം. എവിടത്തെ പോകും? മഴവലത്തെ അപ്പൂപ്പനായിരിക്കും. എടുക്കോ? ഹലോ. ആ ഞാൻ ഫോൺ ചാർജ് ഇട്ടേക്കായിരുന്നു. എന്ത്? ഫ്ലവേഴ്സ് അവതരിപ്പിക്കുന്നു AR റഹ്മാൻ ഷോ കൊച്ചിയിൽ.
ഈ മാസം 12 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുതൽ. പ്രവേശന ടിക്കറ്റിനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.flowerstv.in, bookmyshow.com, insider.in and Paytm. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം. Flowers presents A.R. Rahman Show at Cochin, 12th Saturday of this month from 6:30 p.m. For tickets, visit www.flowerstv.in, bookmyshow.com, insider.in, Paytm and all major post offices. ഇവിടെ തുറങ്ങണ ആ ഇത് എപ്പോ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്തോ നോക്കണത്? അത് ഇന്നലെ എൻ്റെ കൂടെ ഒരു സാധനം ഉണ്ടായിരുന്നു, കാണാനില്ല. ആ മൊബൈലല്ലേ ഇതായിരിക്കും. മൊബൈലല്ലടാ, പിന്നെ മുടിയായി. ഞാൻ ഇവിടെ ഉണ്ട്. ആ ഇവിടെ കിടന്ന് ഉറങ്ങണ? ആഹാ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്നലെ ഇവിടെ കിടന്ന് ഉറങ്ങിയത്? അതെ, അകത്ത് കിടക്കാൻ സ്ഥലം വേണ്ടേ? അച്ഛാ ചായ. ഓ ചിറ്റപ്പനെപ്പോഴെത്തിയേ? മകളിപ്പോ എത്തിയോളൂ. അയ്യോ ഞാൻ 2 ഗ്ലാസ് ചായ എടുത്തോളൂ. അത് വേണ്ട, ചിറ്റപ്പ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ. അവർ കൊടു മോളെ. അപ്പൂപ്പനും അമ്മയുടെ പറ, വീട്ടിൽ പോയിക്കോളാൻ പറ, പോയിട്ട് വരാൻ പറ. നമ്മളിപ്പോ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞതാ ചമ്മുമ്മ കേക്കണ്ടേ. ഡേയ്, ഞാൻ ഇറങ്ങിയപ്പോഴേ അമ്മയച്ഛനും കൂടെ പറഞ്ഞു, ഭയങ്കര കൊതു. അമ്മയച്ഛനും കൂടെ പറഞ്ഞു ഇങ്ങോട്ട് വരണം. നന്നായി വരാത്തത്. നന്നായി, അതെന്താ ഇനി ഇവിടെ വന്ന് കിടക്കാൻ സ്ഥലം ഇവിടെ. അവർ ഇവിടെ ഇവിടെ കിടക്കുമോ? ആ അത് ശരിയാണ്. ആ അച്ഛാ കഴിക്കാൻ നിന്ന് മേടിച്ച വിശക്കുന്നു. കഴിക്കാൻ നിന്ന് മേടിച്ച മക്കളെന്തോന്നാണോ? ഇവിടെ എല്ലാവർക്കും ദോശയല്ലേ ഇഷ്ടം. ദോശ പറയാ. ദോശ മതിയാ? വേറെ ഒന്നോണോ? കറിയും. അതെനിക്കറിയാം. വേറെ എന്തെങ്കിലും വാങ്ങണോന്ന്? ദോശയും കറി വാങ്ങിക്കാൻ എനിക്കറിയാം. വേറെ എന്തെങ്കിലും വേണോ അച്ഛാ? വേണ്ട വേണ്ട, ദോശ നമുക്ക് സ്പെഷ്യൽ വേണോ? പോയിട്ട് വാടേ. നല്ല കാര്യം, ഇപ്പൊ വാങ്ങിച്ചോണ്ട് ബാഗിനെടുത്തോണ്ട് അവിടെ കൊണ്ടുവയ്ക്കണേ. ഓ കേട്ടാ മക്കളെ, അമ്മ നന്നായിട്ട് ഉറങ്ങി ഞങ്ങളെ. സുഖമായിട്ട് ഉറങ്ങി. നിങ്ങളോ? കുറച്ച് കൊതുകടിയൊക്കെ ഉണ്ടായിരുന്നു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ചാ. ആരെ കൊതു കടിച്ച്? കൊതു കടിച്ച് എന്നെ റെഡിയാക്കി. ഇവ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയത്. ഇവനെ കടിച്ചൊന്നുമില്ല കൊതു. അത് എന്നെ മാത്രം കടിച്ചില്ല. എടാ തേണ്ടിച്ച കൂട്ടി കൊതു വരും ഇവിടെ. ആയടാ അച്ഛാ വാടാ. ഞാൻ മേളോട്ട് പോവാ. ചെരുപ്പെടുക്കണം. പല്ലിയേക്കാൻ ബ്രഷ് എടുത്താ? ആ മേളിലുണ്ടല്ലോ. പേസ്റ്റ് എടുത്താ? ഉണ്ട്. എടാ എന്തെങ്കിലും പല്ലിയേക്കണേടാ. ഒരു കലണ്ടർ കിട്ടിയിരുന്നെങ്കിലേ നാളെ അത് നോക്കി വെക്കായിരുന്നല്ലേ. ഞാൻ നേഴ്സ് വരുമ്പോൾ നിനക്കൊരു കലണ്ടർ കൊണ്ടുതരാൻ ഞാൻ അവരോട് പറയാം. എനിക്ക് വേണ്ടിയല്ല, കൊച്ചിന്റെ നാള് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ബോ പടവലം വീടല്ല ഇത്, ഹോസ്പിറ്റലാ. നിന്റെ അച്ഛനോടും കൂടി അത് പറഞ്ഞു കൊടുക്ക്. അച്ഛാ എന്താണ്? ഞങ്ങളിവിടെ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അതെ അതെ. എവിടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കാണാനില്ലല്ലോ. രാവിലെ ഭക്ഷണം കഴിച്ചാ? കഴിച്ച്, ദോശ കഴിച്ച്. ദോശ ഞങ്ങളുടെ ദേശീയ ഭക്ഷണം. ആ ഹസ്ബൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണല്ലേ? എഞ്ചിനീയറാ? അതെ അതെ. ഏത് കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത്? അങ്ങനെ ഇന്ന കമ്പനിന്നൊന്നുമില്ല, എല്ലാ കമ്പനിയിലും വർക്ക് ചെയ്യും. ബാലു അങ്ങനെ ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കൂല, അതിനെ എല്ലായിടത്തും മാറി മാറി പോകും. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. രാവിലെ മരുന്ന് കഴിച്ചില്ലേ? ആ കഴിച്ചത്. അപ്പൊ ശരി എന്നാ, റെസ്റ്റ് എടുക്കൂട്ടോ. പിന്നെ വരാന്നാ. അതെ, ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം എങ്ങനെയാ? ഇന്നലത്തെ പോലെ സുഷമ കൊണ്ടുവരുമോ? ഏയ്, ഇന്നത്തെ ഉച്ചയ്ക്ക് ഭക്ഷണം അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ പിള്ളേരെ വീട്ടിൽ പോയി ഉണ്ടാക്കിക്കൊണ്ടുവരും. ആണോ? എന്താ നമുക്കൊരു സംശയം? ഞങ്ങള് പിള്ളേരെ വിചാരിച്ചാലോട് കാര്യങ്ങളൊക്കെ നടക്കും. നടക്കും നടക്കും നടക്കും. വേണ്ട വേണ്ട, നിങ്ങളൊന്നും ഉണ്ടാക്കണേ, ഞാൻ സുഷമ വിളിച്ചു പറഞ്ഞോളാം. എന്തിനെപ്പോഴാണ് സുഷമാൻ്റെ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടിക്കണേ? പിന്നെ നിങ്ങൾ ഉണ്ടാക്കാനാ? ആ ഞങ്ങൾ ഉണ്ടാക്കും. ലച്ചേച്ചി പറയാം ഞങ്ങളുടെ അടുത്ത് ഉണ്ടാക്കിക്കോളാം. നീ വേടാ, നമുക്ക് ലച്ചേച്ചിനെ പോയി വിളിച്ചിട്ട് വരാം. ഈ പിള്ളേർക്ക് ഇത് എന്തോന്നത്? ഒരു കുഴപ്പമില്ല. ഇവിടെ ദൈവത്തിന് അറിയാം, ഉച്ചയ്ക്ക് പട്ടിണി. ലച്ചു അല്ലേ, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരുവടി. ആ അതെ, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരും. കഴിക്കാൻ പറ്റുമോന്ന് അറിയില്ലല്ലോ.
ചേട്ടാ ഈ പച്ചക്കറിയൊക്കെ മേടിച്ചതേ ഈ ടേബിളിന്റെ മുകളിൽ വെക്കാനല്ല. ഞാൻ അമ്മയുടെ വലിയ വീരവാദം അടിച്ചിട്ടാ വന്നേക്കണേ. ചോറ് കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് നടക്കേട്. എടി ശിവ, നീ ഒന്നും പേടിക്കണ്ട. ഇതൊക്കെ നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന എപ്പോൾ നടന്നു ചോദിച്ചവര്. അമ്മ ഫുഡ് ഉണ്ടാക്കി വെക്കുമ്പോഴേ വന്ന് വെട്ടി വീഴുന്ന പോലെ അത്ര എളുപ്പമല്ലേ ഫുഡ് ഉണ്ടാക്കാൻ. അത് ഇത്ര ടെൻഷൻ അടിക്കണം എന്തിന്? ഇവളിവിടെ നിൽക്കല്ലേ, ഇവളെല്ലാം ചെയ്തോളൂ. എന്തോ ഈ ലച്ചുവേ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. അവസാനം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പറയുമ്പോഴത്തേക്കും പറയും അമ്മയെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഫുഡ് ഉണ്ടാക്കി എന്ന് പറയും. അങ്ങനെ ഇപ്പൊ പറയണ്ട, എല്ലാവരും കൂടി ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ പരിപാടി ഇന്നത്തോളം നമുക്ക് നിർത്താം. നിർത്തമൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാം. അമ്മോ, എന്നാ പറ, ആരൊക്കെ എന്തൊക്കെ ജോലിയൊക്കെ ചെയ്യും? ചേച്ചി, ജോലിക്ക് പറഞ്ഞാൽ കണക്ക് പറയല്ല, മോശം പരിപാടിയാ. എനിക്കൊരു മോശമില്ല. ഇന്നലെ ഫുഡ് കഴിച്ച പാത്രം, ചോറും കറിയൊക്കെ വെച്ച പാത്രം അങ്ങനെ തന്നെ കിടക്കുക. അത് ആര് കഴുകും? അത് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കോളാം. അപ്പൊ പാത്രം കഴുകുന്ന കാര്യം നിങ്ങൾ ഏറ്റെടുത്തല്ലോ. ഏറ്റ്. പിന്നെ പച്ചക്കറി ഞാൻ അരിഞ്ഞോളാം. ആ പിന്നെ ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ അല്ലേ? ആര് പറഞ്ഞു ഒരു പണിയില്ലെന്ന്? പോയി അരി കഴുകി അടുപ്പത്തിട്ട് ചേട്ടാ. അത് ഞാൻ ചെയ്തോളാം. ഇനിയിപ്പോ എന്തോന്നു? ചേട്ടാ, ചേട്ടൻ അരി കഴുകാൻ അറിയാവോ? ചേട്ടാ, നീ കൂടുതൽ പഠിപ്പിക്കല്ലേ, എനിക്കറിയാം. അതെ, ഈ 9 പേർക്കുള്ള ചോറിന് എത്ര ഗ്ലാസ് അരി ഇടേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. വാ. നടക്കും. ഇതെന്തോന്നടി എന്റെ ഷർട്ടൊക്കെ എടുത്തിട്ട്? ചേട്ടൻ ഷർട്ട് ഇടാറില്ലല്ലോ. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടാവട്ടെ. കഴി. എത്ര തവണ കഴുകി? ഒരു തവണ. 2 തവണ കൂടെ കഴുകി. അഴുക്കുണ്ടേ അതിന്റെ? ചേച്ചി, എന്താടാ ഹോസ്പിറ്റലിൽ എങ്ങനെയാ ചോറ് കൊണ്ടുപോണേ? അടുക്ക് പാത്രം ഇരിക്കല്ലേ, അതിൽ കൊണ്ടോ? അതിൽ കൊണ്ടുപോകണ്ട. പിന്നെന്തിൽ കൊണ്ടുപോകാനാ? ഇതാണ് ഒന്നൊരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കലത്തിൽ തന്നെ കൊണ്ടുപോകാം. കറി അങ്ങനെ തന്നെ കൊണ്ടുപോകാം. പോയേട്ടാ അവിടെ നിന്ന്. പിന്നെ ഞാൻ പറയാൻ വന്ന അങ്ങനെയൊന്നും അല്ല. നമ്മൾ എലിയില്ലേ, വയല് വെട്ടിയിട്ട് വാട്ടിയിട്ട് നമുക്ക് അതിനകത്ത് ചോറ് വെച്ച് പൊതിഞ്ഞോണ്ട് പോവാം. പൊതിച്ചോറ് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് മാത്രമല്ല അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം. എന്നാ പിന്നെ പൊതിച്ചോറ് ഫിക്സ്. ചേട്ടാ, എന്നാ വാഴയിൽ വെട്ടിക്കൊണ്ടുപോയോ? ഓക്കെ, നീ അരി വെച്ചോ, ഞാൻ വാഴയില വെട്ടിക്കൊണ്ടുവരാം. അതേ, ഒരു കുരുട്ടുണ്ടായിരുന്നല്ല, അരിക്കലകം കഴുകാൻ പോണാ കണ്ട്. പിന്നെ അവളെന്തി? അവൾ അവിടെ ഇരുന്ന് കഴിക്കൊണ്ടിരിക്കുന്നു. കഴുകണേ ഉള്ളോ? മാഡം, എന്താണാവോ? കൊറേ നേരം അല്ല കഴുകാൻ തുടങ്ങിയിട്ട്, കഴിഞ്ഞില്ല ഇതുവരെ? നല്ല വൃത്തിക്ക് ഉരച്ച് കഴുകാൻ ഇതിൽ അഴുക്കൊക്കെ പോകുള്ളൂ. എടി, അകത്ത് ലിക്വിഡ് ഇരിക്കണ്ടടി, അത് വെച്ച് കഴുകു നീ. ലിക്വിഡ്? ഈ ലിക്വിഡൊക്കെ എന്നാ ചേച്ചി വന്നേ? അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോഴത്തെ പാത്രം കഴുകലായിരുന്നു പാത്രം കഴുകല്. അതൊക്കെ ഒരു കാലം. നിനക്ക് ഇനിയും കുട്ടിക്കാലം ഉണ്ടോ? വാചകം അടിക്കുന്നത് പാത്രം കഴുകി കൊണ്ടുപാടി. പുറത്ത് കരിയിരിക്കണം. എവിടെ? അത് കഴുകാം. ഇന്നെ ഞാൻ കഴുകിക്കോളാം, മാറിക്കോ. നിന്നെ കേൾപ്പിച്ച് എന്നെയാണ് തല്ലാൻ പോടുന്നു. ആ പൈപ്പിലേക്ക് ഇടയ്ക്ക്. അത് കഴിഞ്ഞൂട്ടാ. ഇനി മറ്റേ ഹോസ്പിറ്റലിലേക്ക് ചോറും കറിയും കൊണ്ടുള്ള പാത്രമില്ല, അതും കൂടി തന്നാ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. എടി, ഹോസ്പിറ്റലിലോട് നമ്മൾ ചോറും കറിയും കൊണ്ടുവന്ന പാത്രമില്ലേ, അത് കഴുകേണ്ട ആവശ്യമില്ല. പിന്നെ? കാരണം നമ്മൾ പാത്രത്തിലല്ലല്ലോ കൊണ്ടുപോകണത്. പിന്നെ എങ്ങനെയാ? ഈ വാഴയില വെട്ടിയിട്ട് അത് വാട്ടൂല്ലേ, എന്നിട്ട് അത് പൊതി കെട്ടി കൊണ്ടുപോകും. അത് കൊള്ളാം, അടിപൊളി. എന്നാ പോരാ. ചമ്മന്തി. ചോറ്. എന്തിനിപ്പോ ഇതൊക്കെ ഇടട്ടെ? ചേട്ടാ, ഇതെവിടെ വിളമ്പണ്ടേ? നിനക്ക് ഈ ചോറ് ആദ്യം ചോറ് വിളമ്പ. ശിവാനി ചോറ് വിളമ്പിക്കേ. കേശു, ഈ പേപ്പർ അത് ഫസ്റ്റ് അതിന്റെ അടിയിലല്ലേ വെക്കണ്ടത്? വെക്കേ. പേപ്പർ വൈ, പേപ്പർ വൈ വെക്കേട്ടാ. മതി 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 മതി. നമ്മളല്ല അവിടെ ഇരുന്ന് കഴിക്കുന്നത്. ഇത്രയും ചോറിട്ട് കഴിഞ്ഞാ കുറച്ചും കൂടി ഇടറി. ഇത്ര മതിയോ? കുറച്ചുകൂടി ഇടണോ? ഇടറി. ഇട്ടു.
ഇതിലൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഇത് ഇതൊക്കെ എന്താ ഇത്? എല്ലാം കഴിഞ്ഞില്ലേ അതെ, ഇതണ്ണാ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചാൽ പോരായിരുന്നോ ചോറ്? അതെങ്ങനെ ഇവിടുത്തെ കേരള ചോറ് കൊള്ളൂല, അമ്മയ്ക്ക് അത് പിടിക്കൂല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി ചോറുണ്ടാക്കി കൊണ്ടുവരാൻ പോയിക്കണം എല്ലാം കൂടെ. ഇനി എല്ലാം കൂടെ അവിടെ ചെന്ന് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്? ഇല്ല ലച്ചു കൊണ്ട് കൂടെ, അതുകൊണ്ട് കുഴപ്പമില്ല. ലച്ചുള്ളതാ എനിക്ക് പേടി. കൂട്ടത്തിലെ ഏറ്റവും വലിയ പൊട്ടി അവളാ. അയ്യോ അപ്പം മുടിയൻ 2ാം സ്ഥാനമായാ? ഡേയ് എനിക്ക് നന്നായിട്ട് വിശക്കണം, നമുക്ക് വെളിയിൽ പോയി കഴിക്കാൻ കഴിക്കാം. പിന്നെ വേണം ഈ പിള്ളേരെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. മാ പറഞ്ഞ അവരെ കഴിച്ചിട്ട് വരാം അല്ലേ? ആരും പുറത്തുനിന്ന് കഴിക്കേണ്ട, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പൊതിച്ചോറാ? ആ പൊതിച്ചോറ്. ലച്ചാ അച്ഛന് പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാ പൊതിച്ചോറ് കൊണ്ടുപോകുന്നത്. അച്ഛന് മാത്രല്ല അമ്മയ്ക്കും വാഴയില കഴിക്കാൻ ഇഷ്ടം അല്ലേ അമ്മ? കോളേജിൽ പഠിച്ചതിന് ശേഷം ഇപ്പോഴാണ് പൊതിച്ചോറ് കഴിക്കുന്നത്. ഏത് കോളേജ് പറയടാ, നീ ഏത് കോളേജ് പഠിച്ചു? ഉറച്ചു പറയാ, പിള്ളേരെ കേട്ടിട്ടാ നീ ഏത് കോളേജ് പഠിച്ചെന്ന്. പാരൽ കോളേജ്. നമ്മമ്മ നിനക്ക് പൊതിക്കണം. അവിടെ നോക്കൂ ഞാൻ. അപ്പൊ ഇത് വഴി ഡേയ് അണ്ണാ, ചൂട് മുട്ട ഈ ഇലയിൽ പാട്ടി ഇലയിൽ പൊതിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അടിപൊളി അല്ലേ? ഓ ഇതിലും ചമ്മന്തി കൊള്ളോ? ചമ്മന്തിക്ക് തേങ്ങ 20 ഞാനെണ്ണം മാത്രം. ആണോ മക്കളെ? അതാ ടേസ്റ്റ് കൂടുതൽ കേട്ടോ. മുട്ട പൊരിച്ചാൽ മുട്ട പൊരിച്ചത് ഞാൻ ചേച്ചി എന്നെ കേറ്റിയില്ല. തേങ്ങ ചെറുത് പകുതി അവൻ തന്നെ അമ്മ തിന്ന് നിർത്ത്. ആ ഞങ്ങള് കഴിച്ചിട്ടാ വന്നേ. അടിപൊളി. ഇത് എന്തെല്ലാം പറയുന്നറിയോ ഈ സുരേന്ദ്രൻ? എന്ത് പറഞ്ഞു? മക്കളെ ഇവിടുന്ന് ചോറ് വാങ്ങിച്ചുകൂടായിരുന്ന അവൾക്ക് എന്തിനങ്ങ് പോയത്? എനിക്ക് വിശന്ന് പോയ എനിക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കണ്ടപ്പം സ്വഭാവം മാറി. ചുമ്മാ മക്കളെ, ചുമ്മാന്നാ ചോദിച്ചോക്ക്, മാമന്റെ ചോദിച്ചോക്ക്. ഇല്ല മാമ ആടാ പൂപ്പാ. ഞങ്ങളൊക്കെ പറഞ്ഞു. നീ അങ്ങനെ പറയടാ, എന്തിനാ തൊണ്ടേന്ന് ഇറങ്ങി അതിന് കള്ളം പറയാടാ. ചുറ്റപ്പാ എന്തായാലും പിള്ളേരുടെ പൊതിച്ചോറ് കൊള്ളാം. കൊള്ളാം. ഇനി ഇവിടെ പ്രസവം കഴിയുന്നവരെ നമുക്ക് ഉച്ചയോണിന്റെ കാര്യം എവരെ അങ്ങേൽപ്പിക്കാം. അത് ഞങ്ങൾ ഏച്ചി അല്ല വിഷിച്ചേട്ടാ. പുസ്തകം കഴിഞ്ഞാൽ ഇറക്കെ തന്നെ ചെയ്താൽ മതി. ആ അത് ശരിയാ, നമുക്ക് റെസ്റ്റ് വേണമല്ലോ. അതെ. ഓ താനല്ലേ മാവന് മുട്ട വേണ്ട? ഓ നിനക്ക് വേണോ? അവൻ ചോദിച്ചതല്ലേ? വേണ്ടായിരുന്നു. ഇനി കൊടുക്കാതിരിക്കല്ലേ? മുഴുവൻ കൊണ്ടുപോകും. ആ ഇനി വെള്ളം കൊടുക്കാതിരിക്കല്ലേ? ഇനിയിപ്പം അവന് കിട്ടാത്തതിന്റെ അസൂയാണ്. നിങ്ങളുടെ 2ാമത്തെ പോയി കൊണ്ട് നെരുവിൻ്റെ പോയി കൊണ്ട് ആ ഇല്ലല്ലോ. അവന് വേണമെങ്കിൽ മാമി കൊടുക്കും. പണ്ട് ഇതുപോലെ ആരെ പ്രസവിച്ചെടുത്ത പോച്ചോറ് കൊണ്ടുവന്നത്? മുടിയനെയാണ്, ലച്ചുവിനെയാണ്, ആരാണ്? പണ്ട് ആരെ പ്രസവിച്ചെടുത്തപ്പോൾ ഇതുപോലെ പോച്ചോറ് മാമിയാണോ കൊണ്ടുവന്നത്? പോച്ചോറ് അത് നേരത്തെ കൊണ്ടുവന്നതാ. ഇതുപോലെ ഇല കൊണ്ടുവന്നത് എനിക്ക് നല്ല ഓർമ്മ. അതിന് ആര് പ്രസവിച്ചെടുത്തപ്പോൾ മുടിയനെ പ്രസവിച്ചെടുക്കുമ്പോൾ വഴിയില്ല അല്ലേ? ഇവനാണ് കേശുവിനെ. കേശൂരാണോ? ഞാനാ കേശുവിനെ ആ ഇനിയിപ്പോ അടുത്ത പൊതിയെടുക്കാൻ പറയായിരുന്നു. അയ്യോ അവൻ അച്ചാറും വേണ്ട. വല്ലപ്പോഴേക്കും ഇവിടെ വരുമ്പോഴാണ് അല്ല എനിക്ക് ചോറും വേണ്ട. എന്താ കുറച്ച് ചോറ് വേണം. അയ്യോ അയ്യോ അവന്റെ ഒരു കാര്യം. 2ാമത്തെ പൊതിയായത് അറിഞ്ഞില്ലേ? ഞാനല്ല അറിഞ്ഞത്. വിശന്നിരിക്കാൻ എടാ എനിക്ക് ചോറ് കൂടുതൽ വേണം, എടുത്തു. മാമി ഇതുപോലെ പ്രസവിച്ചിരുന്നപ്പോഴേ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ പൊതിച്ചോറ്? പിന്നെ ചോനറ തലേന്ന് ഇങ്ങനെ പൊതിച്ചോറുമായിട്ട് ക്യൂണിക്കില്ലായിരുന്നു ആളുകൾ. അതൊരുമാതിരി കുടുംബത്തെ കളിയാക്കുമ്പോഴായിപ്പോഴല്ലേ? കളിയാക്കിയൊന്നുമല്ല, സത്യം. മാമി സംസാരിക്കുമ്പോൾ അല്ല കഴിക്കുമ്പോൾ ഒന്നും മിണ്ടൂല. അതാണ് ചമ്മന്തി മൊത്തം അങ്ങ് തീർത്തോ? വലിയ പാടാ ഇങ്ങനെ കഴിക്കാൻ. കഴിക്കാതെ മൊത്തം കഴിക്കും. ഒത്തിരി ചോറെടുത്ത് നിങ്ങള് കഴിക്കാ പൂപ്പാ. മതി.
ആ ഡോക്ടർ. ഞാൻ അവരോട് സംസാരിച്ചിട്ട് തിരിച്ച് വിളിക്കാം. ശരി. ഓക്കെ ഡോക്ടർ. ഞാൻ റിപ്പോർട്ട്സ് എല്ലാം മെയിൽ ചെയ്യാം. ഓക്കെ ഡോക്ടർ. ശരി. ഡോക്ടറെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ നീലിമയുടെ സ്കാനിങ് റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു. നോക്കിയായിരുന്നു? റിസൾട്ട് കിട്ടിയായിരുന്നു? എന്തായി? പറയാം. നീലിമയ്ക്ക് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അബോഷനോ അങ്ങനെ അങ്ങനെ അബോഷൻ ഉണ്ടായിട്ടില്ല. ഇല്ല. അല്ല അത് ഡോക്ടർ അങ്ങനെ ചോദിച്ചേ? അല്ല, വെറുതെ ചോദിച്ചതാ. ഞാനിപ്പോ നീലിമയുടെ കാര്യം എൻ്റെ സീനിയർ ഡോക്ടറായിട്ട് സംസാരിക്കുകയായിരുന്നു. ഡോക്ടറെ മടിക്കേണ്ട എന്തുണ്ടെങ്കിൽ പറയാം, എനിക്ക് പ്രശ്നമില്ല. ഡോക്ടർ പറയാം. ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ നീലിമയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. കുറച്ച് ഏജ്ഡും ആണല്ലോ കുറച്ച്. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് നോക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം നല്ലതിന് വേണ്ടിയിട്ട്. ഡോക്ടർ എന്താ ഉദ്ദേശം? എന്താ? ശരിക്കും ഞാൻ സീനിയർ ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടറുടെ ഒപ്പീനിയനും കൂടി ഞാൻ ഒന്ന് കേൾക്കട്ടെ. ബാക്കി ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. കൂടുതൽ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറയാം. ഫ്ലവേഴ്സ് അവതരിപ്പിക്കുന്നു AR റഹ്മാൻ ഷോ കൊച്ചിയിൽ ഈ മാസം 12 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുതൽ. പ്രവേശന ടിക്കറ്റിനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.flowerstv.in, bookmyshow.com, insider.in and Paytm. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം. ചെവിക്ക് അടിച്ചു പോയത് എന്താടാ? അല്ല കളിക്കാതെ അങ്ങോട്ട് പോടാ, ഇറങ്ങാം. എങ്ങോട്ട് പോയി? ഞങ്ങളുടെ റൂമിൽ നിന്ന് ബോറടിച്ചോണ്ടേ ഇങ്ങോട്ട് വന്നത്. അച്ഛാ, അച്ഛൻ്റെ മുഖത്തൊന്ന് ഭയങ്കര ഗൗരവം. എന്ത് തോന്നിയാ ഗൗരവമായിട്ട്? പിന്നെ പോടാ, ഗൗരവമാണെങ്കിൽ നീ വേടാ നമുക്ക് പോവാം. അല്ല അച്ഛാ, അച്ഛൻ്റെ ഫോൺ തന്നായിരുന്നെങ്കിൽ റൂമിൽ പോയിരുന്ന് ഗെയിം കളിക്കായിരുന്നു. ഫോൺ തന്നായിരുന്നെങ്കിൽ റൂമിൽ പോയിരുന്ന് ഗെയിം കളിക്കായിരുന്നു. ഇപ്പോഴും തള്ളാകത്ത് കിടക്കണം, ഗെയിം കളിക്കണം. അല്ലടാ എനിക്ക് ഇല്ലടാ. നീ വേടാ വാ ഇങ്ങന്നെ. ആടേ, നീ ഇവിടെ ഇരിക്കായിരുന്നു? ബ്ലഡിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയ? ബ്ലഡിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ സമയത്തിന് കിടന്ന് ഓടാൻ വയ്യ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏർപ്പാടാക്കിയിട്ടുണ്ടേ. ഇല്ല, നീ ഏർപ്പാടാക്കിയോണ്ടാണ് എനിക്കൊരു പേടി. ഇല്ല, നിന്റെ മുഖത്തൊന്നൊരു ടെൻഷൻ. ടെൻഷൻ എന്തെന്ന്? മുഖത്ത് ടെൻഷനാണ് തോന്നിയാ? അങ്ങനെയല്ല, നിനക്ക് തോന്നിയാ? തോന്നി. തോന്നി. ഈ സമയത്ത് അങ്ങനെ തോന്നും, ടെൻഷൻ അടിക്കും. അത് സാധാരണക്കാർക്കല്ലേ, ഇത് 5ാമത്തെ അല്ലേടേ? എടാ 1ഉം 5ഉം എൻ്റെ അല്ലേടാ. ദേഷ്യത്തിൽ പോണത്? എനിക്കങ്ങനെ അറിയാം. ഇവിടെ ഒന്ന് സംസാരിച്ചോണ്ട് ഇറങ്ങി പോണ. നീ എവിടെ പോയത്? ഞാൻ ചായ മേടിക്കാൻ പോയതാ. മകളുടെ കാര്യം ചായ ഉണ്ടാകത്തോണ്ട് പോയിക്കോ. ചിറ്റപ്പൻ കടവരെ ഒന്ന് പോയിട്ട് വരും താഴെ. ചിറ്റപ്പനാണോ ചായ വേണ്ടേ? ചായ ചിറ്റൻ വന്നിട്ട് കുടിക്കാം. ഞാൻ അകത്തോണ്ട് പോയി. കണ്ണാച്ചാ, റൂം എവിടെയാടാ? മേളിലാച്ചാ.
വേണ്ട എഴുതക്കണ്ട മോളെ എഴുതക്കണ്ട അവിടെ കിടന്നു. തമ്പിച്ചോട്ടു നെയ്യാറ്റുകരയിൽ എപ്പോ ഇറങ്ങി? ഞങ്ങൾ വെളുപ്പിനെ തിരിച്ചു. ബാലു എവിടെ? പറഞ്ഞപോലെ അവനെവിടെ? ആ ബാലനെന്തേ മോളെ? എവിടെ സുരേന്ദ്ര? അപ്പൊ ആർക്കും അറിയത്തില്ല അവനെവിടെയെന്ന്. സുരേന്ദ്ര എവിടെ അവൻ? അച്ഛാ ഇത്രയും നേരം ഇവിടെ കൊണ്ട് കറങ്ങി കൊണ്ട് നടക്കുന്നുണ്ട്, ഇപ്പൊ കാണാനില്ല. ആ കാണാതിരിക്കാൻ അവൻ്റെ കൊച്ചു കുട്ടിയാണ്. ഇവിടെ എവിടെയെങ്കിലും കാണുക വെച്ചാൽ ഇപ്പം ഇങ്ങോട്ട് വരും. അല്ല ഈ നിന്ന് ഇപ്പൊ മുങ്ങുന്ന അവന്റെ സ്വഭാവം ഇതുവരെ മാറിയില്ലേ മോളെ? തമ്പി ചേട്ടാ കുടിക്കാൻ ചായ എടുക്കട്ടെ? ചായ ഒന്നും ഇപ്പം വേണ്ട പിള്ളേ, നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാം. നീലുവിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. ആ ഞാനും ഡോക്ടറെ കാണാതിരിക്കായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോയി കണ്ടു കളയാം. ആ ആയിക്കോട്ടെ. ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. ആ ബാലു, അച്ഛാ പോന്നെ ഇവിടെ ആശുപത്രി വന്നാലെങ്കിലും മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിനക്ക് അവരുടെ അടുത്ത് ഇച്ചിരി ഇരുന്നൂടെ? ഇത്രയും നേരം ഞാൻ അവിടെ ഇരിക്കായിരുന്നു, ബ്ലഡിന് വേണ്ടി ഓടായിരുന്നു. വേറെ ആരും ഇല്ല എന്നെ സഹായിക്കായി, ഞാൻ ഓടിയാലേ പറ്റൂ. കൂടുതൽ വർത്താനം പറയാതെ മുകളിലോട്ടില്ലേ, ഞങ്ങളിപ്പോ വരാം. നിങ്ങളെവിടെ പോണു? ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ഡോക്ടറെ ഞാൻ ഇപ്പം കണ്ടിട്ട് വന്നേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇപ്പോഴത്തെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നിന്റെ കാര്യമല്ല, നീലുവിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. നീലുവിന്റെ കാര്യം തന്നെ പറഞ്ഞു, തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. അല്ല നീ കണ്ടത് ഡോക്ടറെയാണോ അതോ ജോലിസിനെയാണോ? അതെന്താ വെച്ചാൽ അങ്ങനെ ചോദിച്ചത്? അല്ല ഈ ഭാവി കാര്യങ്ങളെ കുറിച്ച് അവരാണല്ലോ സാധാരണ പറയാറുള്ളത്. ഞങ്ങളതിലും ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല ഡോക്ടറെ ഞാൻ കണ്ടച്ചാ, ഡോക്ടറെ ഇപ്പൊ കാണാൻ പറ്റൂല. എന്താ? അവിടെ ജംഗ്ഷനിൽ ഭയങ്കര ഒരു ആക്സിഡന്റ് നടന്നു. അപ്പൊ ആ ഡോക്ടർ അത് നോക്കി സീരിയസ് ആയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് കയറി കൂടാ, അവരെ വല്ല വിളിച്ച് പറയും. എന്നാ പിന്നെ അത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? ഇപ്പൊ എല്ലാം ആക്സിഡന്റ് നടന്നത് പിന്നെ ഇപ്പൊ നടന്നേ ഉള്ളൂ. ഓ എന്നാ ഭാവില്ലേ നമുക്ക് മേളിലോട്ട് പോവാം. എങ്ങോട്ട് വേണേ? റൂമിലേക്ക്. റൂമിലോട്ട് ഞാനും വരാം. ഞങ്ങൾക്ക് വഴി അറിയാം, നീ അവിടെ നിന്നാ മതി. ആ വഴി കാണിക്കാൻ. ഭവാനി, നിങ്ങളിന്ന് വീട്ടിലേക്ക് പോകുന്നെങ്കിൽ പോ, ഞാനിവിടെ ഉണ്ടല്ലോ. അയ്യോ ഇത്രയും ദിവസം ഞങ്ങളിവിടെ നിന്നില്ലേ ചേച്ചി, ഇനിയിപ്പോ പ്രസവം കഴിഞ്ഞിട്ട് പോകാം. പ്രസവം കഴിഞ്ഞ് അമ്മയും കുഞ്ഞിനെ ഞാൻ അങ്ങ് നെയ്യാറ്റിൻകരയ്ക്ക് കൊണ്ടുപോകും. നെയ്യാറ്റിൻകരയ്ക്കോ? അത് ഒരുപാട് ദൂരമല്ലേ? പടവല എടുത്തല്ലേ, ഞങ്ങള് പടവലത്തേക്ക് പോയിക്കോളാം. എന്നാ ഭവാനിയുടെ ഇഷ്ടം പോലെ. മധുരം കുഴപ്പമുണ്ടോ? വല്ലപ്പോഴും ഒന്നും കുഴപ്പമില്ല മോളെ. എനിക്കിത്തിരി മധുരം കൂടുതലാട്ടോ ഇത്. ആ സാരല്ല, കുടിച്ചു. നീ ഇതെവിടെ ഇടയിൽ കറങ്ങി നടക്കുന്നത്? ഇവിടെ അങ്ങനെ വിരി. അവന്റെ വിഷമം എപ്രോളം കണ്ടാ തോന്നും ഇത് ആദ്യത്തെ പ്രസവമാണെന്ന്. ബാലു, ഡോക്ടർ എന്തിനാണ് ഇന്നലെ വിളിപ്പിച്ചത് ബാലുവിനെ? വെറുതെ വിളിച്ചത് കാണാൻ വേണ്ടി. വെറുതെ അങ്ങനെ ഡോക്ടർ വിളിപ്പിക്കുമോ കാണാൻ? അതെ, ഞാൻ ഒരു കട തുടങ്ങണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഡോക്ടറിന്റെ ബന്ധത്തില് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരാൾ തുടങ്ങണം. അപ്പൊ ഇതൊരു കട എനിക്ക് തരാമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈ സമയത്ത് വെറുതെ കടയൊക്കെ എടുത്ത് കയ്യിലുള്ള കാശൊന്നും കളയണ്ട. ആരെടുക്കണ കടയ്ക്ക് ഭയങ്കര വാടക അമ്മ. ചെറിയ വാടക ഒരു കൈ നോക്കായിരുന്നു. അയ്യോ ചെറിയ വാടകയായിരുന്നേ നീ അങ്ങ് എടുത്തേനെ. ഒന്ന് പോടെ ഇറക്കാം. മാമിയേ വെറുതെ തന്നെ ശരിയാവില്ല, ഇനി അങ്ങോട്ട് ചെലവാണ്. 5ാമത്തെ കൊച്ചാണ്. ആ നീലുവിന്റെ പ്രസവത്തിന്റെ കാര്യത്തെ പറ്റി ഡോക്ടർ വല്ലതും പറഞ്ഞോ മോനെ? ഇല്ലമ്മ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവരങ്ങനെ വിട്ടൊന്നും പറയത്തില്ലെന്ന്. സുഖപ്രസവം ആയാ മതിയായിരുന്നു. 4 സുഖപ്രസവം അല്ലായിരുന്നോ? ഇതും അതുപോലെ തന്നെ നടക്കും. ഞാൻ താഴോട്ട് പോയിട്ട് വരാം. നീ എവിടെ കറങ്ങി നടക്കുന്നത്? നീ ഇവിടെ എങ്ങാനും ഇരി. ഇപ്പൊ വരാമാ നമ്മളെ. ഇതാ അവന്റെ പ്രകൃതം. എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നതെന്നൊന്നും അവന് ഇവിടെ ആരോടും പറയത്തില്ല. നടി മോളെ. ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലേ നിനക്ക്? ഒന്നുമില്ല, വെറുതെ ഇരിക്കും. കഴിഞ്ഞ 4 പ്രാവശ്യം ഇല്ലാത്തൊരു ടെൻഷൻ എന്താണ് നിനക്ക് ഇപ്പോ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കില്ലേ, എനിക്കെന്ത് തോന്നുന്നു. എടാ നിന്നെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതാണോ ഞാൻ? നിന്റെ മുഖം മാറിയാലേ എനിക്ക് മനസ്സിലാവും. സത്യം പറയല്ല, ഇതിന്റെ പ്രസവം എടുത്തപ്പോഴേ എനിക്ക് ടെൻഷൻ ഉണ്ട്. കാശിന്റെ കാര്യം ഓർത്താണെങ്കിൽ നീ ടെൻഷൻ അടിക്കണ്ട. കാശ് ബാങ്കിൽ കിടക്കല്ല, എടുത്തൂടെ? ഹലോ, നീ ഇവിടെ വന്നിരിക്കാനാണോ അവിടെ അടുത്തിരിക്കാതെ?
അവൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക തമ്പിച്ചേട്ടാ. ഭൂമി കുലുക്ക് നടന്ന പല കൊമ്പന്മാരും ഭാര്യയുടെ പ്രസവം വരുമ്പോ പൂച്ചക്കുട്ടികളെ പോലെ ആകും പിള്ളേ. അതെ അതെ അതെ. ആ ശിവയുടെ പ്രസവത്തിന് ഇവൻ കാട്ടിക്കൂട്ടി കോപ്രാണങ്ങളൊക്കെ പിള്ളേ ഉറക്കുന്നില്ലേ? കൊള്ളാം, അതൊക്കെ മറക്കാൻ വെക്കുവോ? പ്രസവം താമസിക്കുന്നതെന്ന് പറഞ്ഞ ഡോക്ടറെ തല്ലാൻ വരച്ചതില്ലേ? അതിന് പ്രസവം കഴിഞ്ഞപ്പോഴേ ഞാൻ ഡോക്ടറെ കണ്ട് സോറി പറഞ്ഞല്ലോ. ആ വാ മോളെ, നിങ്ങൾ ആരുടെ കാര്യം സംസാരിച്ചോണ്ടിരുന്നേ? നീ വന്ന കാര്യത്തെ കുറിച്ച് പറയുകയായിരുന്നു. അത് ഞാനിപ്പോ വന്നില്ലേ ഉള്ളൂ. അയ്യോ, നീ ഇപ്പൊ വന്ന കാര്യമല്ല, കുറച്ച് നാള് മുമ്പ് വന്ന കാര്യം. ഞാൻ അപ്പൂപ്പന്മാരുടെ പെരുന്നോളാം അച്ഛാ. അവൾ അവിടെ ഇരിക്കട്ടാ. അതെ, എന്നാ ഞാൻ അങ്ങോട്ട് റൂമിലോട്ട് പോട്ടാ. ആ ചെല്ല്, പോയി അവിടെ അടുത്തിരിക്കും. ഓ അപ്പൂപ്പ, എന്റെ അമ്മ എന്നാ പ്രസവിക്ക? അപ്പം ഡോക്ടർ അല്ലല്ലോ മോളെ, ഡോക്ടറോട് ചോദിക്കാം നമുക്ക്. എന്താ അതെയോ? എന്തൊക്കെ അറിയണ്ട നിനക്ക്? ബാക്കിയുള്ളവരൊക്കെ എവിടെ? ആ അവരാ അപ്പുറത്തെ റൂമിൽ ആ പെണ്ണ് പ്രഗ്നന്റ് ആയിരുന്നല്ലോ, അത് പ്രസവിച്ച് കൊച്ചിനെ കാണാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് പോയേക്കാ. എല്ലാരും അങ്ങോട്ടോ? ഇവിടെ ഇവിടെ വിഷ്ണു ഉണ്ടായിരുന്നു, അവന് ഫോൺ വന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് പുറത്തു പോയി. ഫോൺ വന്നിട്ട് പുറത്തോട്ട് പോയെന്ന്. ആ ഓക്കേടാ, ശരി. എന്താ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓ ശരി. അപ്പുറത്തല്ലേ നീ എവിടെ പോയത്? ഞാൻ ഫോൺ വിളിക്കാൻ പോയത്. ഇവിടെ വിളിച്ചുവിടാ. ഇവിടെ റേഞ്ച് ഇട്ടില്ല, അതുകൊണ്ടാ പുറത്ത് പോയത്. റേഞ്ചിലേക്ക് വിളിക്കരുത്. എടാ നീ എന്തിനാ ഇവിടെ? നിന്റെ അമ്മയെ നോക്കാൻ തന്നെയാടാ. എടാ ഇവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിൽ വെള്ളം എടുത്തു കൊടുക്കണം. ആരെങ്കിലും ഇവിടെ? ബാലേ വീട് അവൻ ഇപ്പൊ അങ്ങ് പോയതല്ലേ ഉള്ളൂ, വന്നില്ലേ? പിന്നെന്താ എല്ലാം കൊള്ളാം. അവിടെ നോക്കാൻ വന്നത് കൂട്ടിരിക്കാൻ വന്നവരൊക്കെ. നീ എന്തോടെ ഇവിടെ ബഹളം വെക്കുന്നത്? അമ്മ ഓരോരുത്തരായിട്ട് പോയിക്കൂടെ കൊച്ചിനെ കാണാൻ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്നെ പോണോ? ഇവിടെ ആരുണ്ട്? ഇവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ ആരുണ്ട്? അമ്മ പറ. നിങ്ങൾ എന്തിനാണ് വന്നത്? എവിടെ നോക്കാൻ വന്നാൽ അതാ കൊച്ചിനെ കാണാൻ പോകണം. ഞങ്ങൾ ഒരുമിച്ച് പോയാലും എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ വന്നപ്പോൾ ഇവിടെ ആരുമില്ല, ഒറ്റയ്ക്ക് കിടക്കണവള്. ഞങ്ങൾ വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. ഈ ചപ്പറത്തിന് തന്നെ ഇവൻ കാണിച്ചാണ്. ഇവ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോ. അച്ഛൻ എന്തോന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി മാറി നിന്നാണ് ഇത്ര വലിയ പ്രശ്നം ഇത്. നീ നിന്റെ കൂട്ടുകാരനെ വിളിക്കണേ ഞാൻ കേട്ട്. ഹലോ, എന്തെങ്കിലും ആവശ്യം നീ വിളിക്കണേ, ഞാൻ അപ്പം അങ്ങ് എത്താം നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത്. ഇവിടെ അവൻ്റെ അമ്മ ഇവിടെ കിടക്കുകയാണ്. ഇവിടെ ഇരിക്കാനല്ല അവൻ ആവശ്യം. അവൻ കൂട്ടുകാരൻ്റെ അടുത്താ. നീ നിന്റെ കൂട്ടുകാരനെ നോക്കാൻ പാടാ. നീ ഇവിടെ കിടന്ന് അങ്ങനെ ബഹളം വയ്ക്കുമൊന്നും വേണ്ട. ഞങ്ങൾ ദൂരെ അങ്ങും പോയില്ല, അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ആരുമില്ല. ഇവർക്ക് അടുത്തിരിക്കാൻ ആരുമില്ല. അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അതെ, വല്ല വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ നോക്കണം. ഞാനാണ് അനുഭവിക്കേണ്ടത്. ഇല്ലേ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. നീ നിന്നെ തന്നെ നോക്കിക്കോ കേട്ടോ. വേറെ നമ്മളെ നോക്കാൻ ആരുമില്ല. നീ നിന്നെ തന്നെ നോക്കിക്കോ. വേറെ ആരുമില്ല നോക്കാം നമ്മളെ. എന്തോന്ന് വെച്ചാ പടാ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരും. കൂട്ടിരിക്കാൻ പറഞ്ഞു. കൂട്ടിരിക്കാൻ വേറെ നാട്ടുകാരെ ഇത്രയും നേരം കൂട്ടിരുന്ന പോരാ, ഇനി ഇരുന്നോട്ട് ഓരോന്ന് ഈ പറയാനാളെ നിന്ന് ഇപ്പിലോടും എനിക്ക് അത്യാവശ്യമായിട്ടാണ് ഞാൻ ഒരു മിനിറ്റോ 2 മിനിറ്റോ അല്ല, 10 ദിവസമൊക്കെ അല്ലേ പോണത്. പിന്നെ 2 മണി എഴുതിട്ട് ഈ വാർഡ് കിടക്കണം. അതില്ല കൊച്ചിനെ കണ്ടിട്ട് പോ. നീ പോ. സത്യം പറഞ്ഞ പ്രസവിച്ചാൽ പോലും അറിയില്ല നിങ്ങൾ. ആ സമയത്ത് നീ ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. അമ്മ എങ്ങനെയുണ്ട്? നല്ലതല്ലേ കൊച്ചു പേടിക്കും. ആ ഞാൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. എന്തൊക്കെ ആവശ്യമില്ല. മരുന്ന് നോക്കാൻ പോകണം, ഡോക്ടറെ കാണണം, കമ്പോട്ടറെ കാണണം. എല്ലാം ഞാൻ ഇവിടെ. നീ എന്തിനാ വെറുതെ കിടന്ന് ഓടുന്നത്? ടെൻഷനല്ലേ? ചെന്ന് കണ്ടിട്ട് വാ, ഡോക്ടറെ കണ്ടിട്ട് വാ. എന്താ വിവരം അറിഞ്ഞിട്ട് വാ. ചെല്ല്. അല്ല വെള്ളം കൊടു. അവിടെ ചോദിക്കില്ല, മടിയൊന്നും അവിടെ ചോദിക്കില്ല. നമുക്ക് വെള്ളമൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. നീ പോ. അമ്മായി അമ്മയും കൊള്ളാം, അമ്മയും കൊള്ളാം. അമ്മ എന്താടി മോളെ, എങ്ങനെയുണ്ട് കൊച്ച്? നല്ല തങ്കക്കടം പോലത്തെ കൊച്ച്. അധികം സംസാരിക്കാൻ കുശലാന്വേഷണം ഒന്നും വേണ്ട. വിശ്രമിക്കട്ടെ. നാട്ടുകാർ പറഞ്ഞു ഇങ്ങനെ ഇരുന്നാൽ മതിയല്ല, വേറെ ഒന്നും അറിയണ്ടല്ലോ. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. പോയാടോ, അല്ല ഇപ്പോഴും ഇനി ചാടി വരുമ്പോണ്ടെങ്കിൽ പേടിച്ചു പോയി ഇങ്ങനെ ചാടി. എങ്ങനെയാണ് അമ്മ കൊച്ച്? നല്ല തങ്കക്കടം പോലത്തെ മോനാടി മോളെ. നല്ല മോൻ. ഡോക്ടറെ, ഞാൻ ഡോക്ടറെ അന്വേഷിച്ച് വന്നായിരുന്നു. ഞാൻ റൗണ്ട്സിന് പോയിരുന്നു. അല്ല, ഡോക്ടർ നീലിമയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് വെറുതെ ആയിരിക്കുമല്ലേ? സീനിയർ ഡോക്ടർ വന്നിട്ടുണ്ട്, ഞാനും ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ നീലിമയുടെ ഹസ്ബൻഡാണ് ബാലു.
ഞങ്ങൾ മിസ്റ്റർ ബാലുവിൻ്റെ വൈഫിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു. കഴിഞ്ഞ മാസം ഇതുപോലെ സമാനമായ കേസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തായിരുന്നു. ഓർമ്മയില്ല നമ്മുടെ ആ ബാങ്ക് മാനേജറിൻ്റെ വൈഫിൻ്റെ കേസ്? നീലിമയുടെ അതേ കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അല്ല ഡോക്ടറെ, മറ്റുള്ളവരുടെ കാര്യം എന്തിനാ എൻ്റെ അടുത്ത് പറയുന്നത്? എനിക്ക് ഡോക്ടർമാരുടെ ഭാഷയൊന്നും വലിയ വശമില്ല. അല്ല, നീലിമയുടെ അവസ്ഥ ഇപ്പം എന്താണ്? ബാലു, ഞാൻ പറഞ്ഞില്ലേ നീലിമയുടെ ഒരു കോംപ്ലിക്കേഷൻ്റെ കാര്യം? അത് പറഞ്ഞിരുന്നു. അതല്പം സീരിയസ് ആണ്. സീരിയസ് എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ്? കുഞ്ഞിന് മാത്രമല്ല, അമ്മയ്ക്കും. ഒന്നുകിൽ കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ. അല്ല ഡോക്ടറെ, നേരത്തെ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവരുടെ കാര്യം എന്തായി? ഡെലിവറി കഴിഞ്ഞായിരുന്നു? ഡെലിവറി കഴിഞ്ഞു, പക്ഷേ അമ്മ മരിച്ചു. നിങ്ങളിങ്ങോട്ട് വരാൻ നോക്കിയിരിക്കുകയായിരുന്നു ചേട്ടാ. സുരേന്ദ്രൻ തിരിച്ചു പോകാൻ കടയിൽ നിന്ന പയ്യൻ ലീവാ, അതാ അവൻ ധൃതി വെച്ചങ്ങ് പോയത്. അവനിപ്പോ കടയിൽ കച്ചവടമൊക്കെ ഉണ്ടോ? ഓ, പഴയതുപോലെ ഒന്നും ഇല്ലെന്നേ. ആ ജംഗ്ഷനിൽ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആളുകളെല്ലാം ഇപ്പൊ അങ്ങോട്ടല്ലേ. അതങ്ങനാണല്ലോ, പുതിയത് വരുമ്പം ആർക്കും പഴയതൊന്നും വേണ്ട. അമ്മ, പുതിയ വരുമ്പോഴത്തേക്കും പഴയ ആൾക്കാരൊന്നും മറക്കരുത് കേട്ടാ. അതൊന്നും പറയാൻ പറ്റില്ല, അന്നേരത്തെ സൗരംഭം അല്ലേ അച്ഛാ? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ചേട്ടനും ചേച്ചിയും താഴത്തെ കുഞ്ഞാൾക്കുള്ള പേര് കണ്ടുപിടിക്കുക. അതിനവർക്ക് പേരൊക്കെ കണ്ടുപിടിക്കാൻ അറിയോ? ഓ, ഇനി വായിക്കൊള്ളാത്ത വല്ല പേരുമായിട്ടായിരിക്കും രണ്ടും കൂടെ കയറി വരുന്നത്. അല്ല അമ്മ, അവർ നെറ്റിലാ സെർച്ച് ചെയ്യുന്നേ. നെറ്റിലോ? ആ. അപ്പൊ ഇംഗ്ലീഷ് പേരായിരിക്കുമല്ലോ കുഞ്ഞിനിടാൻ പോകുന്നേ. എന്റെ അമ്മൂമ്മ ഇപ്പൊ നെറ്റില് മലയാളം പേരൊക്കെ കിട്ടും. ആണോ? ആ, അടിപൊളി മലയാളം പേരൊക്കെ കിട്ടും. അല്ല, അപ്പൊ ഇതുവരെ ആരും പേരൊന്നും കണ്ടുവച്ചില്ലേ? അച്ഛാ, ഇവരെപ്പോഴും പേര് കണ്ടുപിടിക്കില്ല. ഇവർക്ക് തന്നെ അറിയില്ല ഏത് പേര് ഇടണോന്ന്. ഈ പേര് കണ്ടുപിടിക്കാന്നുള്ളത് വലിയൊരു ചടങ്ങ് തന്നെയാ, അല്ലേ പിള്ളേ? അതെ അതെ. തമ്പിച്ചേട്ടൻ പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? നമ്മുടെ പേരൊക്കെ ഈ പിള്ളേർക്ക് ഇഷ്ടപ്പെടുമോ? അത് ശരിയാ. പിള്ളേരുടെ ആരെയൊന്നും അച്ഛൻ നോക്കണ്ട, അച്ഛൻ ഒരു പേര് കണ്ടുപിടിക്കും, നമുക്ക് ആ പേരിടാം. അല്ല, ആദ്യം കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയട്ടെ, എന്നിട്ട് ഞാൻ പറയാൻ പേര്. തമ്പിച്ചേട്ടു, ഞാനൊരു പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? ഭവാനി, നീ പേര് വല്ല കണ്ടുവച്ചിട്ടുണ്ട്? ആ, ഞാനും ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നറുക്കെടുക്കേണ്ടി വരും. അത് വേണ്ടി വരും ശാരദേച്ചി. നീ വല്ല പേരും കണ്ടുവച്ചിട്ടുണ്ടോ? പേരിന്റെ ഒരു ഘോഷയാത്രയായിരിക്കും അവള്. ഞാൻ ലച്ചേച്ചി കൂടി ഒരു പേരുണ്ടിട്ടുണ്ട്. ആണോ? ആൺകുട്ടിയുടെ പേരാ പെൺകുട്ടിയുടെ പേരാ? പെൺകുട്ടിയുടെ പേരാ. അവര് പെൺകുട്ടിക്ക് വേണ്ടിയല്ലേ വടക്കുണ്ടാക്കുന്നത്. ഓ, ഇവര് പെൺകുട്ടികളുടെ എണ്ണം കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ രണ്ടെണ്ണം കൂടി. ഒരു ദിവസം വഴക്ക്. കേശു കണ്ടുവച്ചിട്ടുണ്ട് ആൺകുട്ടിയുടെ പേര്. എന്ത്? ജിൽ ജിൽ മോൻ, അതൊന്നും പേര് എനിക്ക് ഇഷ്ടപ്പെടില്ല. അവസാനം ഇപ്പൊ ഇവര് തമ്മിൽ അടിപിടി ആകുമോ? മിക്കവാറും. വിയോമി. വിയോമിയാ?
എന്നിട്ട് പേരാണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ? ഏട്ടാ, ഈ പെൺകുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജനിക്കാൻ പോകുന്ന വാവയ്ക്ക് വിയോമി എന്നുള്ളൊരു പേരിടുവാണെങ്കിൽ അത് ആകാശത്തെ നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാനുള്ള കരുത്തും പ്രയത്നവും നൽകും. അപ്പൊ പെൺകുഞ്ഞാണ് നീ തീരുമാനിച്ചു? എനിക്ക് 99% ഉറപ്പാ വാവ പെൺകുഞ്ഞാന്നുള്ളത്. ആണല്ല, 1% ബാക്കിയുണ്ടല്ലോ. അതിന്റെ പുറത്ത് ഞാൻ പറയണത് ഇത് ആൺകുഞ്ഞാണ്. അവന്റെ പേര് ദിവിത്ത്. വാഴവിത്താ? വാഴവിത്തല്ല, ദിവിത്ത്. ദിവിത്ത് എന്ന് പറഞ്ഞാൽ അനശ്വരം എന്നാണ് അർത്ഥം. ആ പേര് അവൻ ഇട്ട് കഴിഞ്ഞാൽ അവൻ അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രിയപ്പെട്ടവനാണ്. പിന്നെ ജനിക്കാൻ പോണ കുഞ്ഞ് സ്കൂളിലേക്ക് പറഞ്ഞിടാ പോവല്ലേ അധ്യാപകരുടെ പ്രിയപ്പെട്ടവരുടെ ഇതാവാൻ വേണ്ടിയിട്ട്. പോയേട്ടാ ചേച്ചി മുടി പിടിച്ചു വലിക്കണം. അല്ല, കുഞ്ഞുവാവയ്ക്കുള്ള പേരിലേക്ക് എന്തായി? ഉറപ്പിച്ച്. എന്തുറപ്പിച്ച്? വിയോമി. ആവുന്നല്ലോ ദിവിത്ത്. വിയോമി. ദിവിത്ത്. വിയോമി മതി. മലയാളികൾക്ക് ഇടാൻ പറ്റുന്ന പേരൊന്നും ഇല്ലേടേ? എന്താ ദിവത്തിന് എന്താ പ്രശ്നം? നല്ല മലയാളത്തുള്ള പേരല്ലേ? ചേട്ടാ, അവിടെ അപ്പൂമാരും അമ്മൂമ്മമാരും കുഞ്ഞിന് ഇടാനായിട്ട് നല്ല നല്ല പേരുകൾ കണ്ടുപിടിക്കുക. അവരിടാണെങ്കിൽ അടിപൊളി പേര് കിട്ടുള്ളൂ. അവര് രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിൽ നിന്ന് നല്ല അടിപൊളി പേരുകളൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് നിങ്ങളുടെ വിയോമിൻ ദേവതത്തെ കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പോകുന്നത്. ചേട്ടാ, നമ്മള് ചാടി കയറി ഇടയ്ക്ക് പേരൊന്നും പറയാൻ നിൽക്കണ്ടടാ. ചുമ്മാ നമ്മൾ നാണം കെടും. ശരിയാ, വെയിറ്റ് ചെയ്യാല്ലേ? അതാണ് നല്ലത്. വിയോമി നല്ല പേരാ. ഏതോ മൊബൈൽ ഫോണിന്റെ പേര് പോലെ ഉണ്ട് വിയോമി. എന്തോന്നത്? അപ്പൊ ദിവിത്ത് എന്ത് സാധനമാണ്? ദിവിത്തിന് ഒരു ഇതുണ്ടെങ്കിലും ദിവിത്ത് നല്ലല്ലടാ. ദിവിത്ത് നല്ല പേര് തന്നെ. പിന്നെ വിയോമി എന്തോന്നത്? വിയോമി നല്ല പേര് തന്നെ. അളിയത് പെണ്ണുങ്ങൾക്ക് നീ ഏതെങ്കിലും ഒരു സൈഡിൽ കാലിടറാ. എന്തോ നോക്കണത്? ഞാൻ പേര് നോക്കണു. അല്ല, ഇനിയിപ്പൊ വേറെ വല്ല പേര് കിട്ടുവാണെങ്കിൽ നോക്കാലോ. ഇപ്പൊ തന്നെ വിയോമി. ഇനി എന്താണാവോ? എന്താ നിങ്ങൾ ദിവിത്തിനെക്കാളും വേദമാണ് വിയോമി. നമുക്ക് നോക്കണം. അവൾക്ക് മാത്രം മൊബൈലുള്ളൂ. നമ്മളെന്തിനാ മൊബൈൽ നോക്കിയൊക്കെ ചെയ്യണേ? നമുക്ക് നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്ന പോലെ ക്രിയേഷൻ. ക്രിയേറ്റിവിറ്റി. കോപ്പി കാറ്റ്സ്. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. നീ പറയടാ. ഉണ്ടാക്കും പോരെ. അപ്പൊ വല്ല ന്യൂഡിൽസ് മാഗി എന്നൊക്കെ പറയും. ചേട്ടോ, അന്നത്തെ പോലത്തെ ജിൽജിൽ മോൻ പറയണത്. ജിൽജിൽ മോൻ എന്താ പ്രശ്നം? ഞാൻ അവന് വീട്ടിലിടുന്ന പേരാണ് ജിൽജിൽ മോൻ. ഞാൻ വിളിക്കും ജിൽജിൽ മോൻ. പെറ്റ് നെയിം ജിൽജിൽ മോൻ. പെറ്റ് നെയിം ജിൽജിൽ നല്ലല്ലേ? നല്ല പേരാ. അതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞ കിളിമൊഴി. കിളിമഴി. പേരടേ വിയോമി, കിളിമൊഴി. ദുരന്തം. തോൽവി. എല്ലാ പൊട്ടപ്പേരും തോൽവി. ഇതെന്ത് പേര്? അത് ആൺകുട്ടിയല്ലേ, നമുക്ക് പെൺകുട്ടിയല്ലേ. വാവ കരയും. പിന്നെ ആരാണ്? അച്ഛൻ വാവയ്ക്കുള്ള പേരൊക്കെ കണ്ടുപിടിച്ചോ? അവിടെ എല്ലാവരോടും മുകളിൽ വാവയ്ക്കുള്ള പേര് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അതിന് സമയം കിടക്കുകയല്ലേ? അച്ഛാ, ഇപ്പോഴൊക്കെ ജനിച്ച കുഞ്ഞിന് അപ്പൊ തന്നെ പേരിടും. അതാ ഫാഷൻ. അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛന് ഇഷ്ടമുള്ളൊരു പേര് പറയും. നിങ്ങളൊക്കെ അങ്ങ് പേര് കിട്ടാൽ മതി. അച്ഛാ, അച്ഛൻ എന്താ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ? തലവേദന എടുക്കണടാ. ഒരു ചട്ടി എടുത്തു, ഒരു ലഡ്ഡു എടുത്തു. ഒരു ലഡ്ഡു. എന്താ? എൻ്റെ ഭാര്യ പ്രസവിച്ചു. അല്ല, ഇരട്ട കുട്ടികളാ. സുഖമായിട്ട് ഇരിക്കുക രണ്ടുപേരും. എടുക്കണം. ഭാര്യ എങ്ങനെ? ഭാര്യ സുഖമായിട്ടിരിക്കണം. അല്ല, ഇവിടെ എന്താ? അല്ല, എൻ്റെ ഭാര്യ ഇവിടെ അഡ്മിറ്റാണേ. ഡെലിവറി ആയിട്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഇത് പറഞ്ഞല്ലോ, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടുത്തെ ഡോക്ടർ പറയുന്ന അച്ചിട്ടാണ്. എൻ്റെ ഭാര്യ ഇതുപോലെ പറഞ്ഞു, സുഖപ്രസവമായിരിക്കുന്നു.
അങ്ങനെ സുഖപ്രസവമായിട്ടിരിക്കുക. കഴിക്കണം, സന്തോഷത്തോടെ എടുക്കണം. അതെൻ്റെ ഭാര്യയുടെ ആൾക്കാരെല്ലാം കാണാൻ വന്നിരിക്കുന്നത്. എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം. അല്ല, എടുക്കണം, കഴിക്കണം, സന്തോഷമായിട്ട് കഴിക്കണം. ഡോക്ടർ പറഞ്ഞ അച്ചട്ടാണല്ലേ? അച്ചട്ട. ഇവിടെ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ അച്ചിട്ട. ഓക്കെ, എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ. ബാലു, ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞ് 2 ദിവസം കൂടെ നോക്കാം, അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞോ? ദൈവമേ, അങ്ങനെയൊന്നും ഇല്ലാതെ അങ്ങ് പ്രസവിച്ചാൽ മതിയായിരുന്നു. എല്ലാവരും ഉണ്ടല്ലോ. ഡോക്ടറെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ഡോക്ടറെ കാണാൻ അവിടെ വന്നിരുന്നു. എപ്പോ? രാവിലെ. ഡോക്ടർ ഒന്നേതോ ആക്സിഡന്റ് കേസ് അറ്റൻഡ് ചെയ്യാൻ പോയെന്ന് അവൻ പറഞ്ഞു. ആക്സിഡന്റ് കേസോ? ഞാനോ? അല്ല ഡോക്ടറെ, ഇത് കൊള്ളാം. ഇപ്പോൾ ഹോസ്പിറ്റൽ എന്തുമാത്രം ആക്സിഡന്റ് കേസ് പറഞ്ഞു. ഡോക്ടർ അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ വന്നത് നീലുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചൊക്കെ ഒന്ന് അറിയാവുന്ന കരുതിയാ. നീലുവിന്റെ കാര്യമൊക്കെ ഞാൻ ബാലുവിനോട് പറഞ്ഞായിരുന്നു. ബാലു ഒന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം മാമനടുത്ത് പറഞ്ഞു. മാമ മറന്നു പോയി. മാമ എപ്പോഴാണ്? അല്ല ഡോക്ടറെ, അല്ല അമ്മയ്ക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ? ഡോക്ടറെ വീട് എവിടെയാണെന്ന്? അമ്മ ഡോക്ടർ ഇവിടെ എറണാകുളത്ത്. ഡോക്ടറുടെ ഹസ്ബൻഡ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലല്ലേ വർക്ക് ചെയ്യണത്. 2 ഡോക്ടറാണ്, 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല ചോദിച്ചില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞ കാര്യം എനിക്ക് പറയണമല്ലോ. അപ്പൊ എന്താ ഒരു കാര്യം ഡോക്ടർ അല്ല എന്താ ഡോക്ടർ ഇങ്ങോട്ട് വന്നപ്പോ? അല്ല, ഇവിടെ സംസാരം കേട്ടപ്പോ ഒന്ന് വന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഹോസ്പിറ്റലാണ് കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ബഹളം കേട്ടിട്ടല്ലേ ഡോക്ടർ ഇങ്ങോട്ട് വന്നത്. ഡോക്ടർ സോറി, ഇനി ബഹളം ഉണ്ടാക്കൂല. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ വിളിക്കാം. ശരി എന്നാ. കാണാൻ കിട്ടില്ലേ, ബഹളം ഉണ്ടാക്കിയിട്ടില്ല ഡോക്ടർ കയറി വന്നത്. പറഞ്ഞു. അല്ല, നീ എന്തിനാ പോയി ഡോക്ടറെ പറഞ്ഞു വിട്ടത്? എന്തിനാ? അല്ല അച്ഛനങ്ങനെ തോന്നിയ? അച്ഛന് മാത്രമല്ല, എനിക്കും തോന്നി. അമ്മയ്ക്ക് തോന്നിയില്ലേ അമ്മ? എനിക്കും തോന്നി. എല്ലാവർക്കും തോന്നി. ഡോക്ടറെ കംപ്ലീറ്റ് ഹിസ്റ്ററി അറിയാലോ. കുടുംബാംഗങ്ങൾ മൊത്തം പറഞ്ഞാ ഡോക്ടർ? അയ്യോ, എൻ്റെ അടുത്ത് കാര്യം പറയും, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. അത്രേ ഉള്ളൂ അമ്മാമ, അത്രേ ഉള്ളൂ അമ്മ. അച്ഛാ, നമ്മുടെ ഇതിൽ എപ്പോ പറഞ്ഞവനെല്ലാം വിശദമായിട്ട് വല്ലതും പറഞ്ഞോ? പറയാൻ സാഹചര്യം കിട്ടിയാലേ പറയാൻ പറ്റൂ. ഞാൻ കിടന്ന് നെട്ടോട്ടോടല്ലേ ഓടയില്ല, അപ്പൊ പിന്നെ പറഞ്ഞില്ല. എന്നാലും അതല്ലല്ലോ. എന്താ അതല്ല? അല്ല, നീ ആശുപത്രി വന്നത് ഓരോരുത്തരുടെ ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ നോക്കാനാണ്. അത് ഞാൻ പിള്ളേ, ഇതിനകത്ത് എന്തോ കാര്യം. നീ ഇവിടെ ഇരിക്കണം. അച്ഛനല്ലേ പറഞ്ഞപ്പോഴും അമ്മേന്റെ അടുത്ത് ഉണ്ടാവണം. ചായ പിടിച്ചാ പൈസ എൻ്റെ ഉണ്ട്. വാട ഇറക്കാൻ ഇല്ല. ചായ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ പൈസ എൻ്റെ കയ്യിലുണ്ട്. ഓടാ. പിന്നെ നീല് അതെ എന്ത് നിനക്ക് എന്നോട് ദേഷ്യം വല്ലതും ഉണ്ടാ? ദേഷ്യം വല്ലതും ഉണ്ടാ? ഇതിപ്പോ അങ്ങനെ ചോദിക്കണേ? അയ്യോ അതെ. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മ നിങ്ങളുടെ പോയി? ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് പോയതാണ്. വരുന്ന വഴി നമ്മുടെ ഡോക്ടറെ കണ്ട്. ഡോക്ടർ എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്താ നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താടാ? ഇല്ല, ഒന്നുമില്ല അമ്മ. എന്നൊന്നും പറഞ്ഞില്ല. ഇല്ല. നിനക്ക് കഴിക്കാൻ തോന്നണം രാത്രി? പൊടിയരിക്കഞ്ഞി കിട്ടുമോ ബാലു? അത് മതി, അതാ നല്ലത്. വേറെ വല്ലതും വേണോ? വേറൊന്നും വേണ്ട. വേണമെങ്കിൽ പറ. ബാലു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിടാ? അതിപ്പോ അങ്ങനെ ചോദിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിടി? 24 വർഷം. 24 വർഷമാവും. ആണോ? എന്ത്? അല്ല, നിന്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവം കണ്ടിട്ടേ ഏതാണ്ട് ഒരാഴ്ച ആയോളം തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അവിടെ ചോദിച്ചാ
വാങ്ങിയില്ലേ വേറെ ഒന്നും വേണ്ടല്ലേ അട വേണോ അരിപ്പഴം വേണോ നല്ല ചൂട് പരിപ്പടയൊന്നും കൊടുക്കണ്ട. വേണ്ടല്ലേ ഒന്നും വേണ്ട. മാമി വേണോ എനിക്ക് വേണ്ട. മാമയുടെ പോയി മാമൻ അപ്പുറത്തുണ്ട്. കറങ്ങി കിടക്കാൻ ഇവിടെ ഇരിക്കാൻ പറ പോയിട്ട് വാ. എളുപ്പം വാ. എടി മോളെ, ഇവൻ എന്താടി പണ്ടത്തെ പോലെയുള്ള ബഹളവും സന്തോഷമൊന്നും ഇല്ലല്ലോ, എന്ത് പറ്റി? ഇത് അമ്മയ്ക്ക് ബാലുവിനോട് തല്ലുപിടിക്കാനായിട്ട് വല്ല വിഷമമുണ്ടോ? ആ ശരിയാ, നീ പറഞ്ഞ ശരിയാ. എനിക്ക് അവനോട് ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകൂടിയില്ലെങ്കിലേ ഭയങ്കര വിഷമ. അവിടുന്ന് പേടിപ്പിക്കാനായിട്ട് ഇവിടെ പുറകെ വന്നു. മാമ എവിടെയെന്ന് പറഞ്ഞേ? മാമൻ അപ്പുറത്തുണ്ടടാ. മാമനെയോടെ വിളിച്ചോണ്ട് ചായ വാങ്ങിച്ചു കൊടുക്ക്. ഇങ്ങനെ കറങ്ങി കിടാൻ വിടരുത്. മാമൻ കറങ്ങി നടന്നാലൊന്നും ഒരു കുഴപ്പവും ഇല്ല. നീ പോ. അത്ര കുഴപ്പം വരുമ്പോ പറയും. ചെറുക്ക സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. സാരമില്ല, ഞാനത് സഹിച്ചോളാൻ പറ്റും. ആ നീ വന്നോ? ഓ കഞ്ഞിയും കൊണ്ടാ മക്കളെ, ഞാൻ കൊടുക്കാം. വേണ്ട, കഞ്ഞി ഞാൻ കൊടുത്തോളാം. മാമിയെ മാമ അന്വേഷിക്കണം. മാമൻ എവിടെ നിൽക്കണ്? താഴെ മാമനും അച്ഛനും പിള്ളേരെല്ലാം കൂടെ ഒരേ സംസാരം. നിങ്ങൾ ഒറ്റ കുറവേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലി. ശാരദേച്ചി, നമുക്ക് താഴേക്ക് പോയിട്ട് വരാം. വേണ്ട, അവളെ ഒറ്റയ്ക്ക് ഇട്ടേച്ചു. പിന്നില്ലേ ഇവിടെ? എന്തോന്നമ്മ, ഞാൻ ഇല്ലേ ഇവിടെ. അമ്മ പോ. വാ മക്കളെ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടാ. നിന്ന കഞ്ഞി കൊടു. അത് ഞാൻ കൊടുക്കാം. അമ്മ ചെല്ല്. ആ ഒത്തിരി ചൂടോടെ കൊടുക്കരുത് കേട്ടോ, ഒത്തിരി തണുപ്പിച്ച്. എന്തൊരു ഉത്സാഹം സംസാരിക്കാൻ ചിലപ്പോ പോണത്. രണ്ടിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല. അങ്ങനെ പറയാനല്ല. എന്തിനു ചൂടാണോ കഞ്ഞി? ചൂട് ചെറിയ ചൂടുണ്ട്. നീലുവേ, അന്നേ ഈ കൊച്ചു വേണമായിരുന്നു എനിക്കല്ലേ നിർബന്ധം. അല്ല, ഈ കൊച്ചു വേണമായിരുന്നേ എനിക്കല്ലേ നിർബന്ധമായിരുന്നേ. നീ പറഞ്ഞു വേണ്ട, നീ പറഞ്ഞതനുസരിച്ചാ മതിയായിരുന്നു. എന്തോ ഇപ്പൊ ഇങ്ങനെ പറയണേ? അമ്മല്ലേ പറഞ്ഞ? മാമി എന്ത് പറയാ? മാമി അമ്മയെന്നും പറഞ്ഞാൽ ഞാൻ ഇതിനെ കേട്ടിട്ടില്ലല്ലോ. ആ കേൾക്കാത്തന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കണം. ബാലു, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? പൈസ ആലോചിച്ചിട്ടാണോ? പൈസ എന്റെ കയ്യിലുണ്ടല്ലോ, പിന്നെന്ത്? എനിക്ക് മനസ്സിലായി എന്താന്ന്. എന്തോന്ന് മനസ്സിലായി? എന്തോന്ന് മനസ്സിലായെന്ന്? ഞാൻ ഇന്നലെയും കാണുന്നല്ലോ ഈ ടെൻഷൻ. നീ കഞ്ഞി കുടി. കഞ്ഞിക്ക് അച്ചാറും ഒന്നും ഇല്ലോ? ഒരു ചമ്മന്തി എങ്കിലും തന്നൂടെ? ചമ്മന്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ മാമ കൊണ്ടുവരും. ബാലുലും കഴിച്ചാ? ഞാൻ കഴിച്ചു. കഴിച്ചെന്ന് കഴിച്ചില്ലെന്ന് എനിക്കറിയാലോ, മോൻ കണ്ട അറിയാലോ. ആണോ? അത് കഴിക്കും. കട്ടുപ്പേന് ഭയങ്കര ഉപ്പ് ഈ കഞ്ഞിക്ക്. അയാൾ പറഞ്ഞു ഉപ്പിട്ടില്ല എന്നല്ലാണ് പറഞ്ഞത്. കുടിച്ചു നോക്കല്ലേ, ഭയങ്കര ഉപ്പ്. ഇല്ലേ, എനിക്ക് വേണ്ട ഇത്ര ഉപ്പ്. ഒന്നാമത്തെ BP കൂടുതലാന്നാ പറഞ്ഞത്. വേണ്ട, എനിക്ക് വേണ്ട. ബാലു ആദ്യം എന്തെങ്കിലും കഴിക്ക്. ഞാൻ അവിടെ പോയി ദോശ കഴിച്ചോളാം. നീ നിനക്കല്ലേ കഞ്ഞി, എനിക്കല്ലേ കഞ്ഞി. ബാലു ദോശ കഴിച്ചിട്ട് എനിക്ക് ദോശ മേടിച്ചിട്ടുണ്ടോ? ദോശ മതിയാ? ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ദോശ വാങ്ങിട്ട് വരാം. ഉപ്പല്ലേ എൻ്റെ അമ്മ ഓടിച്ചോളും. എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം. നീ അമ്പലത്തിലൊക്കെ പോയോ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി വരുമായിരുന്നല്ലോടാ മോനെ. നീ തൊട്ട് കൊടുക്ക്. എന്താ പ്രാർത്ഥിച്ചേ അമ്പലത്തിൽ പോയിട്ട്? അമ്പലത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിച്ചേ? പ്രാർത്ഥിച്ചൊന്നും പുറത്തു പറയാൻ പറ്റൂല, എങ്കിൽ അത് എന്റെ ഫലം കിട്ടൂല അല്ലേ? എനിക്കറിയാലോ, കൊച്ചിന് വേണ്ടിയല്ലേ? കൊച്ചിന് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചേ? കൊച്ചിന് വേണ്ടി മാത്രമല്ല,
നിനക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അച്ഛാ ഓ അച്ഛൻ അമ്പലത്തിൽ പോയിട്ടെന്ന് എന്നെ വിളിക്കാഞ്ഞ്? അത് നീ കുളിച്ചാ? ഇല്ല. പിന്നെ അച്ഛൻ കുളിച്ചാ? അച്ഛൻ കുളിച്ചാ? പിന്നെ അച്ഛൻ കുളിക്കാൻ അമ്പലത്തിൽ പോടാ. മുടിയെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരെ വീട്ടിൽ പറഞ്ഞേക്ക്. അച്ഛാ ഞങ്ങള് കുഞ്ഞാ വരാതെ പോവൂല. എടേ കുഞ്ഞുമായ വരുമ്പോ ഞാൻ വിളിക്കാടേ. നിങ്ങൾ വീട്ടിൽ പോ തൽക്കാലം. ബാലു അവരവിടെ നിൽക്കട്ടെ. എന്തോ അവരവിടെ നിൽക്കണേ, അതിന് കുഴപ്പം. അവരോട് എന്താ ശരിയാവില്ല. ചുമ്മാ കിടന്ന് ഓടി ഓടി ഓടി. എടാ നീ മുടിയെ വിളിച്ച് രണ്ടുകൂടെ വീട്ടിൽ പോ നോക്ക്. അച്ഛൻ എത്ര ഉടനെ ഞങ്ങളോട് ഇന്ന് പോകാൻ പോണ പ്രശ്നമില്ല. വാടി പോവാ. എനിക്ക് പറഞ്ഞോടെ അറിയാം കേട്ടാ. അവരവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങി നിന്നോളും. നീ അവരെ പറഞ്ഞു വിടുവൊന്നും വേണ്ട. അമ്മ അടങ്ങി നിൽക്കണ്ടേ? ആ അവര് നിന്നോളും. നീ വെറുതെ ധൃതി വെച്ച് പിള്ളേരെയും പറഞ്ഞ് അങ്ങോട്ട് വിട്ട് എന്തിനാ അവരവിടെ ഒറ്റയ്ക്ക് പോയി കിടക്കുന്നേ? ഒറ്റയ്ക്ക് പോണ ഇവിടെ നിന്ന് നമ്മൾ 7 ആശുപത്രിയാക്കും. ഒരു ആശുപത്രി എവിടെ പുറത്തോട്ടാണോ പിള്ളേര് കളിക്കാൻ പോയതാണോ? അല്ല ഞാൻ ക്യാൻറ്റീൻ ചെയ്യുന്ന വായി കൊണ്ടിരിക്കുന്നു കാശു. ആ വാഴക്കപ്പ ഉണ്ണിയപ്പത്തിനടങ്ങി നോക്കിക്കൊണ്ടിരിക്കുന്നു. ആണല്ലേ? ശരി ഇരിക്കവിടെ. നീ എന്താണ് ഇങ്ങനെ എല്ലാവരും ഒന്നും ഒറ്റപ്പെട്ട് ഇങ്ങനെ മാറി നടക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കല്ലേ. ആ ബാലു, നീ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട. നീ പറഞ്ഞു തുടങ്ങുമ്പോഴേ എനിക്കറിയാം നീ പറയാൻ പോകുന്ന കള്ളമാണോ സത്യമാണോ. എന്താ മക്കളെ കാര്യം? പറ, അച്ഛനോട് പറ. അച്ഛാ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നീനുവിന്റെ പ്രസവത്തിനെ പറ്റി ആലോചിക്കുമ്പോഴേ. ഓഹോ, എന്ന് വെച്ചാൽ അവള് ആദ്യത്തെ പ്രസവമാണോ? ആ എന്തോന്നാ ചേട്ടാ അച്ഛനും പോനും കൂടെ? ഓ ഇല്ല പിള്ള, ഇവനിങ്ങനെ വിഷാദമുഖനായി നടക്കുന്നതുകൊണ്ട് ചോദിക്കായിരുന്നു എന്താ കാര്യമൊന്ന്. ഞാനും അത് ശ്രദ്ധിച്ചു. ആ എന്താടാ ബാല പ്രശ്നം? മാമ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനേ ഒരു പാർട്ടിക്ക് ഒരു കോൺട്രാക്ട് എടുത്ത് വർക്കിന് വേണ്ടിയേ. അപ്പോൾ കുറച്ച് പൈസ അഡ്വാൻസ് തന്നു. ആ പൈസ എടുത്താണ് ഞാൻ നീരുവിൻ്റെ പ്രസവത്തിന് മറിച്ചത്. അത്രയുള്ളോ കാര്യം? അല്ല അത്ര അല്ല. പിന്നെ ഞാൻ വിളിച്ചെടുത്ത കോൺട്രാക്ട് ഇല്ലേ, ആ പാർട്ടി വേറൊരാൾക്ക് മറിച്ച്. അപ്പോൾ അഡ്വാൻസ് വെച്ച പൈസ ഇപ്പം തന്നെ തിരിച്ചു കൊടുക്കണമെന്ന്. നീ അഡ്വാൻസ് എത്രയാ വാങ്ങിച്ചത്? അഡ്വാൻസ് 25. 25 ഉള്ളൂ. ഞാനങ്ങ് തരാം പോരെ? അത് വേണ്ട പിള്ളേ, അത് ഞാൻ കൊടുത്തോളാം. 30 30. ആ 30 ഇനി അത് ഓർത്ത് നീ വിഷമിച്ച് കിടക്കൊന്നും വേണ്ട. എന്താ സമാധാനായില്ലേ? ആ തമ്പിച്ചേട്ടൻ കാശ് തരാമെന്ന് പറഞ്ഞിട്ടും നിനക്കൊരു തെളിച്ചമില്ലല്ലോ. കാശ് തരാമെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ ആ വർക്ക് അങ്ങ് പോയില്ലേ മാമ. പോയത് പോട്ടറാ. ഇനി അതിനെ ഓർത്ത് നീ വിഷമിച്ച് കിടക്കേണ്ട കാര്യമില്ല. നിനക്ക് കിട്ടാനുള്ളതൊക്കെ നിനക്ക് കിട്ടും, നിനക്ക് പോകാനുള്ളത് നിനക്ക് പോവുകയും ചെയ്യും. ഇതെല്ലാം തീരുമാനിക്കാൻ മേളിൽ ഒരാളിരിപ്പുണ്ട്. അതുകൊണ്ട് സമാധാനമായിട്ട് നടക്കുക. അച്ഛൻ പറയാൻ ശരിയാണ്. എനിക്ക് കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് കിട്ടും അല്ലേ? ആ പിന്നല്ലാതെ ഞാൻ അതോർത്ത് വിഷമിക്കേണ്ടതേ. എനിക്ക് വിധി ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും. എന്താ പിന്നെയും തന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു? എന്താടാ? ഇല്ല, വിധിച്ചതല്ലേ കിട്ടുമല്ലേ? അത്രേ ഉള്ളൂ. വിധിച്ചെങ്കിൽ എനിക്ക് തന്നെ കിട്ടും തീർച്ചയായിട്ടും. ആ ചേച്ചി അതെ ചാർജർ ഉണ്ടാവോ? ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയപ്പോ ജസ്റ്റ് ചാർജർ ഇവിടെ വേഗം കൊണ്ടുവരുമോ? ഇവിടെ ആവശ്യമുണ്ട് കേട്ടോ. തരാം. ഫോൺ ഓൺ ആയ ഉടനെ തിരിച്ചുകൊണ്ട് തരാം. ശരി, താങ്ക് യു ചേച്ചി. എന്താ ഇവിടെ? ഞാൻ ചാർജർ മേടിക്കാൻ എൻ്റെ ഫോൺ ഓഫായി. ഓഫായി. സദാസമയം ഫോണിൽ കുത്തി കളിച്ചോണ്ടിരുന്ന ഫോൺ ഓഫ് ആവില്ലടാ. ഇത് ആശുപത്രി ഇല്ലടാ, അങ്ങനെ നോക്കണ്ടടാ. ഇവിടെ അല്ലേ ഫോൺ ആവശ്യം വേണ്ടത് നിനക്കാ? നീയാണോ ഈ കാര്യങ്ങളൊക്കെ ആൾക്കാരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, എനിക്ക് ബോറടിക്കുമ്പോൾ ഗെയിം എന്തെങ്കിലും കളിക്കാൻ. ബോറടിക്കുമ്പോൾ ഗെയിം കളിക്കാൻ? ഫോണോടെ ഫോണോടെ ഫോണ് ഫോണേറാ. ചാർജ് ഇല്ലെന്ന്. ഇവിടെ അതുകൊണ്ട് ചാർജ് പോടാ. ചേട്ടന് ചാർജർ കിട്ടിയോ? ചാർജർ കിട്ടി, പക്ഷെ മൊബൈൽ പോയി. മൊബൈൽ അവിടെ പോയി? അച്ഛനെടുത്തോണ്ട് പോയി. എന്നിട്ട് അച്ഛൻ്റെ മൊബൈൽ എനിക്ക് ചാർജ് ചെയ്യാൻ തന്നു. ചേട്ടാ ചേട്ടൻ ഇപ്പൊ സമാധാനം ആയല്ലേ? ഇതാ മിണ്ടല്ലേ. രണ്ടും കൂടി എൻ്റെ മൊബൈലിൽ ഇരുന്ന് ഗെയിം കളിച്ചിട്ടാണ് എൻ്റെ ചാർജ് പോയത്. രണ്ടും കൂടി തൊടാമെന്നുണ്ടല്ലോ, ഇടി കിട്ടുന്നു. ഞങ്ങൾക്കൊന്നും വേണ്ട ചേട്ടൻ്റെ മൊബൈൽ. ഞങ്ങൾക്ക് ലിച്ചേച്ചിയുടെ മൊബൈൽ എന്ത് ഗെയിം കളിക്കാൻ. വിഷ്ണു അച്ഛൻ മൊബൈൽ കൊണ്ട് അങ്ങോട്ട് വന്നിട്ട് ഇവിടേക്ക് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി, അത്യാവശ്യ കാര്യത്തിന് അച്ഛൻ വന്നോളാന്ന് പറഞ്ഞു. അതവന്റെ സ്ഥിരം പറച്ചില്ലല്ലേ. എന്തെങ്കിലും ആവശ്യത്തിന് മഷിയിട്ട് നോക്കിയാൽ പോലും അവനെ കാണത്തുമില്ല. പിന്നെ പാവം
അച്ഛൻ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണത്. ഇന്നലെ ഇടയ്ക്ക് രാത്രി എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ അമ്മേനെ അച്ഛൻ വന്ന് നോക്കണ്ടായിരുന്നു. ഇനി പ്രസവം കഴിയാതെ അവൻ ഒരു സമാധാനവും ഇല്ല, ഓടി നടക്കുക. ചെറിയ ഹലോ, എടാ അവൻ്റെ അമ്മ പ്രസവിക്കാൻ കൂടെ ആശുപത്രി കിടക്കണം. അപ്പോഴാണ് നിന്റെ പ്രോഗ്രാം. പറയടാ, എന്ത് ശബ്ദം മനസ്സിലായില്ലേ? എന്ത് പിന്നെ രണ്ടുപേരെ സൗണ്ട് ഒരുപോലെ ഇരിക്കുള്ളൂ. പറയണത് എന്താ അമ്മയ്ക്ക് വേന കൂടി ഭയങ്കര കരച്ചില്. വേന കൂടി ഭയങ്കര കരച്ചിലെന്ന്. ഡോക്ടറെ, നിവിന് വേദന തുടങ്ങി. സിസ്റ്റർ, നിലുവിനെ വേഗം ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഡോക്ടറെ, എനിക്ക് എങ്ങനെയും നിവിനെ തിരിച്ചിട്ടണം. ഞങ്ങളെ ഡോക്ടറെ കണ്ടിട്ട് വരിക. ഡോക്ടർ എന്താ പറഞ്ഞു? എല്ലാം പറഞ്ഞടാ. നിനക്ക് ഇത് നേരത്തെ എന്നോട് പറഞ്ഞുകൂടായിരുന്നു. അത് മാമ, നിങ്ങൾ വിഷമിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയായിരുന്നത്. ഇപ്പം ആർക്കും ഒരു വിഷമവും ഇല്ല. മാമ, ദയവ് ചെയ്ത് അമ്മയും മാമയും പിള്ളേരെ ഇതിപ്പോൾ അറിയിക്കരുത്. എടാ, ഈ സ്കാനിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അവരത് നേരത്തെ പറയേണ്ടതല്ലേടാ. അച്ഛാ, ഡോക്ടർ എന്നിട്ട് നേരത്തെ സൂചിപ്പിച്ചു നീലിമയുടെ പ്രായത്തിൻ്റെ ഈ പ്രശ്നത്തെ പറ്റി. പക്ഷെ ഞാനത് ഇങ്ങനത്തെ അവസ്ഥ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല അച്ഛാ. എടാ മോനെ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ആദ്യമേ വേണ്ടെന്ന് വെച്ചാൽ പോരായിരുന്നു. എങ്ങനെ സമാധാനിക്കാനാ തമ്പിച്ചേട്ടൻ? ഡോക്ടർ പറഞ്ഞത് തമ്പിച്ചേട്ടനെ കേട്ടതല്ലേ? അവരിങ്ങനെയൊക്കെ പറയും. ഒരു കുഴപ്പമില്ലെങ്കിൽ അവർ പറയും ഭയങ്കര കുഴപ്പമാണ്. അതൊക്കെ ചുമ്മാ നമ്മളെ വരട്ടാനല്ലേ. ചേട്ടാ, നമ്മളെ വരട്ടിയിട്ട് അവർക്ക് എന്ത് നേടാനാ? എന്റെ മോക്കൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. മാമ, 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 നീലിൻ്റെ ഒന്നും വരൂല. അച്ഛാ, കുഞ്ഞാ ഉടനെ വരുമോ? കുഞ്ഞാ വരും, ഉടനെ വരും. ജയസുവേ, ആ ലച്ചുനെ വിളിച്ചോണ്ട് റൂമിലോട്ട് വയ്ക്കോ. ഇല്ല അച്ഛാ, ഞങ്ങൾ കുഞ്ഞാ വന്നിട്ടേ പോകുന്നുള്ളൂ. അച്ഛാ, അച്ഛനെ ഡോക്ടർ വിളിക്കണത്. എന്താടാ മോനെ? അറിയില്ല, എന്താ അത്യാവശ്യമായിട്ട് വിളിക്കണ്ട. വാ. വാച്ചാ,
വാന്ന് വാ വാ. ഡോക്ടറെ എന്തിനാ വിളിപ്പിച്ചേ? അതെ, നീലിമയുടെ അവസ്ഥ ഇത്തിരി മോശമാണ്. മിക്കവാറും സിസേറിയൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെ വന്ന രക്തം കൊടുക്കേണ്ടി വന്നേക്കും. ഡോക്ടറെ ഞാൻ രണ്ടുപേരും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മതിയാവും തോന്നുന്നില്ല. മിക്കവാറും കൂടുതൽ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് അറേഞ്ച് ചെയ്തോ. അമ്മയ്ക്ക് എന്ത് പ്രശ്നം എന്താണ്? കുഴപ്പമൊന്നുമില്ലടാ, നീ പോയി പിള്ളേരുടെ അടുത്തേക്ക് പോ. പിന്നെ കുഴപ്പമില്ലാണ്ടാണ് ബ്ലഡ് കൂടുതൽ വേണം, കണ്ടീഷൻ മോശമാണെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം എന്താന്ന് പറ. നീ പോടാ, ഞാൻ പോയി ബ്ലഡ് അറേഞ്ച് ചെയ്തിട്ട് നീ പോ. ഞാൻ എന്റെ ഫ്രണ്ട്സിന് അടുത്ത് പറയാം ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ. എടാ നിന്റെ ഫ്രണ്ട്സിനെ അറേഞ്ച് ചെയ്യാൻ നേരത്തെ കാലത്ത് അവന്മാർ വരുവാടാ. ഞാൻ ചന്ദ്രനെ വിളിച്ച് പറയാം, അവനാണ് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. നീ പോ, നീ പോടാ. പിള്ളേരുടെ ഒന്നും പറയാം കേട്ടാ. പെൺകുട്ടിയാ. സിസ്റ്റർ നീലുവിന് നല്ലപോലെ പ്രാർത്ഥിച്ചു.